മയക്കുമരുന്നുകൾ, ഇതിനൊക്കെ ഉപയോഗമില്ല ചോദിച്ചാൽ ഉണ്ട്, ശക്തമായ ഉപയോഗമുണ്ട്. എക്സ്ചേഞ്ച് വാല്യൂ, അതും കഠിനമായ എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്. പക്ഷെ അവയുടെ ക്ഷേമമൂല്യം മാനവരാശിക്ക് ഋണാത്മകമാണ്, നെഗറ്റീവാണ്. പുരോഗതി എന്ന് പറഞ്ഞാൽ ദരിദ്രവൽക്കരിക്കപ്പെടുന്ന ഭൂരിപക്ഷത്തിന്റെ ക്ഷേമമൂല്യ ലഭ്യത തുടർച്ചയായി വർദ്ധിപ്പിക്കുക എന്നതാണ്. അത് നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും ദരിദ്രവൽക്കരിക്കപ്പെടുന്ന ഭൂരിപക്ഷത്തിന്റെ ക്ഷേമം വളരുന്നുവോ ഇല്ലയോ എന്ന ഉരക്കല്ല് അത് വെച്ച് ഉരച്ചു നോക്കണം. ഇവിടെ പല ഭക്ഷണത്തിന്റെ ആയാലും വേണ്ട, വസ്ത്രത്തിന്റെ ആയാലും വേണ്ട, പാർപ്പിടത്തിന്റെ ആയാലും വേണ്ട, ക്ഷേമമൂല്യത്തിന് ലഭ്യത വർദ്ധിക്കുന്നതിന് ഒരു പരിധി വരെ വർദ്ധിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ക്ഷേമമൂല്യം വർദ്ധിക്കില്ല. നമുക്ക് ആവശ്യമുള്ള വർഷത്തിൽ കൂടുതൽ ഭക്ഷണം കിട്ടിയോണ്ട് നമുക്ക് കൂടുതൽ ക്ഷേമം ഉണ്ടാവില്ല. പക്ഷേ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. നേരത്തെ പറഞ്ഞ ഈ ഇമാൻസിപ്പേഷനിൽ നിന്ന് വിമോചനം ലഭിക്കുന്ന ലീഷർ. ഈ ലീഷർ മാർക്സ് അതിനെ പറയുന്നത് മനുഷ്യന് യഥാർത്ഥ മനുഷ്യപരമായ മനുഷ്യന്റേതായ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള സന്ദർഭം. വൃദ്ധമായ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണിയാണ്, മനുഷ്യനിതാ സ്വാതന്ത്ര്യത്തിന്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനായി ജീവിക്കാനുള്ള അവസരം താമസിയാതെ കൈവരുന്നതാണ്. മാൻ ഈസ് ഓൺ ദ ത്രെഷോൾഡ് ഓഫ് ലിബറേഷൻ. ആ ലിബറേഷൻ എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അധ്വാനത്തിന് വേണ്ടി വരുന്ന സമയം കുറഞ്ഞു കുറഞ്ഞു വരലാണ്, ലീഷർ കൂടി വരലാണ്. ആ ലീഷർ കലയ്ക്കും കലാപരമായ ആസ്വാദനത്തിനും മാനുഷികമായ ആസ്വാദനത്തിനും ഉള്ള ലഭ്യതയാണ്. ഈ തരത്തിൽ നമ്മൾ ഒരു സമൂഹത്തിന്റെ വികസനത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഇത് ദരിദ്രവൽക്കരിക്കപ്പെടുന്ന ചൂഷണം ചെയ്യപ്പെടുന്ന ഭൂരിപക്ഷത്തിന്റെ ക്ഷേമമൂല്യം വർദ്ധിപ്പിക്കുമോ ഇല്ലയോ എന്നതാണ്. 2-3 ഉദാഹരണങ്ങൾ എടുക്കാം. എക്സ്പ്രസ് ഹൈവേ ആരുടെ ക്ഷേമമൂല്യമാണ് വർദ്ധിപ്പിക്കുന്നത്? ഞാൻ ആദ്യം എന്റെ നിലപാട് വ്യക്തമാക്കി, ഇന്ന ആളുടെ ക്ഷേമമൂല്യം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. ആ നിലപാട് വെച്ച് നോക്കുമ്പോൾ അത് ഉള്ളവരുടെ സ്വന്തം പ്രൈവറ്റ് കാർ ഉള്ളവരുടെ അവർക്ക് വേഗത്തിൽ യാത്ര ചെയ്യാം, അവരുടെ ക്ഷേമമൂല്യം വർദ്ധിപ്പിക്കും. നേരെ മറിച്ച് ആ പണവും അല്ലെങ്കിൽ അതിനുവേണ്ടി ഗവൺമെന്റ് ചിലവാക്കുന്ന പണം, ആ പണം നമ്മുടെ ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെടുത്തിയാൽ, നമ്മുടെ ബ്ലോക്ക് റോഡുകൾ, പഞ്ചായത്ത് റോഡുകൾ മെച്ചപ്പെടുത്തിയാൽ അതേ പണം കൊണ്ട് തന്നെ ആരുടെ ക്ഷേമമൂല്യമാണ് വർദ്ധിക്കുന്നത്? വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. നമ്മൾ പരിമിതമായ നമ്മുടെ വിഭവങ്ങൾ സ്മാർട്ട് സിറ്റിയിൽ നിക്ഷേപിച്ചാൽ ആരുടെ ക്ഷേമമൂല്യമാണ് വർദ്ധിക്കുന്നത്? അതേ പണം നമ്മുടെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് തൊഴിലാളികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ ഉപയോഗിച്ചാൽ ആരുടെ ക്ഷേമമൂല്യമാണ് വർദ്ധിക്കുന്നത്? ഓരോ രംഗത്തും ഈ ചോദ്യം ചോദിക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോ ചോദ്യവും ഏത് ഗവൺമെന്റ് ആയാലും വേണ്ട, ഏത് ഗവൺമെന്റ് ആയാലും വികസനം അവരുടെ അജണ്ടയാണ്. വികസനത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികളുണ്ടാകും. ആ പദ്ധതികളോട് ഉയർത്തുമ്പോൾ ഒരു ചോദ്യം ചോദിക്കണം, ഇതാരെ സഹായിക്കും? ഈ ചോദ്യം ചോദിച്ച് അതിന് വളരെ ഫ്ലിപ്പൻ്റായിട്ട് ഉത്തരവൊക്കെ ഉണ്ടാവും. ഇപ്പോ എക്സ്പ്രസ് ഹൈവേ വന്നു കഴിഞ്ഞാൽ ഗുഡ്സ് ട്രാഫിക് കൂടും. ഗുഡ്സ് ട്രാഫിക് കൂടിക്കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഉൽപ്പന്നങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ അത് സൗകര്യം ഉണ്ടാകും. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ അതിലൊരു പങ്ക് തൊഴിലാളികൾക്ക് കിട്ടും. മൊത്തം 1 കോടി റുപ്യ ചെലവാക്കുമ്പോൾ 1 റുപ്യ തൊഴിലാളിക്ക് കിട്ടുന്ന വികസനമാണോ വേണ്ടത്? 1 കോടി റുപ്യ ചെല്ലുമ്പോൾ അതിൽ 95 ലക്ഷം തൊഴിലാളിക്ക് കിട്ടുന്ന വികസനമാണോ വേണ്ടത്? നമ്മുടെ ഇഷ്ടം പോലെ പണം ചെലവാക്കാനില്ല. വികസനത്തെക്കുറിച്ച് സ്വന്തമായ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് വലതുപക്ഷത്തെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് മാധ്യമം എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു. സ്വസ്ഥമായ കുടുംബജീവിതത്തിൽ നയിക്കുന്നതിനും മാനുഷിക ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും കഴിയുന്ന വികസന സങ്കല്പമാണ് വളർന്നു വരേണ്ടത്. ആദിവാസികൾക്കും സ്ത്രീകൾക്കും പിന്നാക്ക ജനവിഭാഗങ്ങൾക്കും നീതി ലഭിക്കേണ്ടതുണ്ട്. വായുവും കുടിവെള്ളവും വേതനവും തൊഴിലും സംരക്ഷിക്കപ്പെടുന്ന ഒരു വികസന സങ്കല്പം നമുക്കുണ്ടാവേണ്ടതുണ്ട്. കേരളത്തിൽ ഏറ്റവും വിപ്ലവകരമായ ഒരു സംരംഭം ആയിരുന്നു ഭൂപരിഷ്കരണം. പക്ഷേ അതിന്റെ തുടർച്ചകൾ സൃഷ്ടിക്കപ്പെടാൻ പിൻതലമുറയ്ക്ക് കഴിയാതെ പോയി. ഷാവോസും
നജാതിയും കാസ്ട്രോയും ഉയർത്തുന്ന അധിനിവേശ വിരുദ്ധ സമീപനങ്ങൾ ആശാവഹമാണ്. അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു. അധിനിവേശം, വികസനം, ഇടതുപക്ഷം എന്ന ഈ ശീർഷകം തന്നെ ഇത്തരമൊരു സംവാദത്തിന് തലക്കെട്ടായി എന്തുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകേണ്ടത് തെരഞ്ഞെടുത്തവർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്റെ സ്വന്തം കാഴ്ചപ്പാടിലൂടെ ഞാൻ അതിന് ഉത്തരം കാണാൻ ശ്രമിച്ചു. എനിക്ക് മനസ്സിലായത് ഇതിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന പക്ഷത്തെ മാത്രം എടുക്കുകയും വലതുപക്ഷത്തെ ഒരുപക്ഷെ തീരെ അവഗണിക്കുകയും ചെയ്തത് വലതുപക്ഷത്തിന്റെ പ്രസക്തി നിരാകരിക്കുന്നത് കൊണ്ടല്ല, ആവില്ല. പക്ഷേ അധിനിവേശത്തെക്കുറിച്ചോ വികസനത്തെക്കുറിച്ചോ സ്വന്തമായ ഒരു കാഴ്ചപ്പാടും ഇല്ലാത്ത എന്ന് ഞാൻ പറയില്ല, ആവശ്യമില്ലാത്തൊരു വിഭാഗമാണ് വലതുപക്ഷം. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം മറ്റൊരു കൂട്ടർ ആലോചിക്കുന്നുണ്ട്. അവരതിനാവശ്യമായ എല്ലാം വളരെ ശാസ്ത്രീയമായി തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അത് നടപ്പാക്കേണ്ട കേവലം ഉപകരണങ്ങൾക്ക് ഒരിക്കലും സ്വന്തമായ ഒരു ചിന്ത ആവശ്യമില്ല, ഉണ്ടാവരുത്. നമ്മൾ കേരളത്തിന്റെ ഇന്നത്തെ ഈ വികസനപരമായ പ്രശ്നം നമ്മൾ സമീപിക്കുമ്പോൾ നിശ്ചയമായും വിഷയാവതാരകൻ പറഞ്ഞതുപോലെയുള്ള ഒരു കൂട്ടായ്മയുടെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് പല കാര്യങ്ങളിലും മൗലികമായ ഭിന്നതകൾ ഉണ്ട്, ഉള്ളതാണ്. ചിലത് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഭിന്നതകളാണ്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ ഊന്നി നിൽക്കുന്ന മാർക്സിസവും ആത്മീയവും ആധ്യാത്മികവുമായ മാനങ്ങളുള്ള ഇസ്ലാമും ആ രംഗത്ത് പൊരുത്തപ്പെടുമെന്ന് ധരിക്കുന്നത് വെറുതെയാണ്. അങ്ങനെ സംഭവിക്കുകയില്ല. അതുൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും മൗലികമായ ഭിന്നതകളുണ്ട്. ഇത്തരത്തിൽ മൗലികമായ ഭിന്നതകളുള്ള ശക്തികൾ തന്നെ ചരിത്രത്തിൽ യോജിച്ച ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ചതിന് വളരെ പഴയ ചരിത്രമല്ല നമ്മുടെ മുമ്പിലുള്ള സമീപകാല ചരിത്രമില്ലേ. എല്ലാ ഭിന്നതകളും തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനും ബ്രിട്ടൻ, അമേരിക്ക, ഫ്രാൻസ് പോലെയുള്ള ശക്തികളും ഈ ഒരു പുതിയ ഭീഷണിയെ, ലോകം നേരിടുന്ന ഏറ്റവും മുഖ്യ ഭീഷണിയെ നേരിടാൻ ഒരുമിച്ചോ ഇല്ലേ? അത് മറ്റെല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ചെയ്തത് ഇതൊരു തെറ്റായിരുന്നു എന്ന് അന്നോ ഇന്നോ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? അഥവാ ഇത്തരം അങ്ങനെ ലോകം മുഴുവൻ പിടിച്ചെടുക്കട്ടെ, ഞങ്ങൾ മറ്റു കാര്യങ്ങളുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തീർത്തിട്ട് മതി അതിന് യോജിച്ച് നേരിടേണ്ടത് എന്ന് അവർ വെച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഗതി എന്താവുമായിരുന്നു പരിശോധിക്കേണ്ടത്. അപ്പൊ ഈ രംഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന വെളിച്ചം വളരെ വ്യക്തമാണ്. ഒരു ശക്തമായ, ഒരുപക്ഷെ അപ്രതിരോധ്യമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഭീഷണി വരുമ്പോ അതിനെ തടുത്തു നിർത്താൻ മറ്റുള്ളവർ ഐക്യപ്പെടുന്നത് എന്നൊരു പരിഹാസപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ് എന്ന അഭിപ്രായം എനിക്ക്. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നിടത്തോളം ലോകത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി നിലനിൽപ്പിന്റെ ഭീഷണിയാണ്. അതായത് മനുഷ്യ സമൂഹത്തിന് അതിന്റെ മൗലികാവകാശങ്ങളും സ്വാതന്ത്ര്യവും പുലരുന്ന, സ്വയം പ്രാഗതയം നിർണയിക്കാനുള്ള സ്വയം നിർണയാവകാശമുള്ള ഒരവസ്ഥാവിശേഷം തുടരേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ലോകത്തിൽ ഒരു ശക്തി എല്ലാം നിശ്ചയിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്നു, നടപ്പാക്കുന്നു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോക സമാധാന വേദിയായ എല്ലാ വേദികളും അതിന്റെ ഉപകരണമായി തീരുന്നു. അതൊക്കെയും പുരോഗതിയിലേക്കുള്ളതായ കുതിപ്പാണ് എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? നിശ്ചയമായും അങ്ങനെ കരുതാൻ ലോകത്ത് സാമാന്യ ബുദ്ധി അവശേഷിക്കുന്ന, വിവേകം അവശേഷിക്കുന്ന മഹാഭൂരിപക്ഷത്തിനും കഴിയില്ല എന്ന് തന്നെ കരുതേണ്ടതുണ്ട്. ഇവിടെയാണ് സാമ്രാജ്യത്തിനെതിരായ ആ പോരാട്ടത്തിൽ ഒരേ അവസരത്തിൽ ക്യൂബയിലെ കാസ്ട്രോ, അതുപോലെ തന്നെ വെനിസ്വേലയിലെ ചാവേസ്, അതുപോലെ ഇറാനിലെ അഹമ്മദിനജാദ് അടക്കമുള്ള എല്ലാവരുടെയും ഐക്യം ഒരു യാഥാർത്ഥ്യമായി തീരേണ്ടത്, അത് ഒരു മാതൃകയായി തീരേണ്ടത് സംശയമില്ലാത്ത കാര്യമാണ്. ബുഷ് ഇന്ത്യയിലേക്ക് വന്നപ്പോ ഒരേ സമയത്ത് ഇവിടുത്തെ ന്യൂനപക്ഷ സംഘടനകളും ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകളും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും ഗോ ബാക്ക് വിളിച്ചത് ഇത് ഒരു ചരിത്ര സന്ദർഭം മുൻനിർത്തി തന്നെയാണ്.
അത് വിളിച്ചിരുന്നില്ലെങ്കിൽ അയാൾ തെറ്റിദ്ധരിക്കുമായിരുന്നു ഇന്ത്യയിലെ 105 കോടി ജനങ്ങളും എന്റെ കാലിക്കൽ വീണിരിക്കുന്നു എന്ന്. സാമ്രാജ്യത്വത്തിന്റെ ചെരുപ്പ് നക്കികളായി ഈ രാജ്യത്തിലെ 105 കോടി ജനങ്ങൾ മാറിയെന്ന് അയാൾ തെറ്റിദ്ധരിക്കുമായിരുന്നു. അങ്ങനെ വരാത്തൊരു സന്ദർഭം സൃഷ്ടിച്ചത് ഈ കൂട്ടായ്മയിൽ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റൊരു തെറ്റിദ്ധാരണ കൂടി ദൂരീകരിക്കേണ്ടതുണ്ട്. അതായത് ഒരു വശത്ത് സ്റ്റാലിനിസമാണ്, മറുഭാഗത്ത് സ്റ്റാലിനിസത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആധികാരികനായി പറയേണ്ട ആളല്ല, നേരത്തെ ചില പരാമർശങ്ങൾ വന്നതുമാണ്. മറുഭാഗത്തുള്ളത് ദൈവത്തിന്റെ സാങ്കല്പികമായ ഒരു പരമാധികാരത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ നിരാകരിക്കുന്ന ഒരു വ്യവസ്ഥ. അതിന് അദ്ദേഹം മൗദൂദിസം എന്ന് പേരിടുകയും ചെയ്തു. വളരെ വലിയൊരു തെറ്റിദ്ധാരണയിൽ നിന്നാണ്, ഞാൻ അതിനൊന്നും മറുപടി വരാൻ പോവുകയല്ല, വളരെ വലിയൊരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇത് വരുന്നത്. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ദൈവത്തിന്റെ പരമാധികാരം അംഗീകരിക്കുന്ന ഒരു ഭരണവ്യവസ്ഥ വരുമെങ്കിൽ അത് ജനാധിപത്യത്തിലൂടെ മാത്രമേ വരികയുള്ളൂ. അതായത് ആ രാജ്യത്തിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം തീരുമാനിക്കുന്നു. ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലെയും തെറ്റും ശരിയും ഞങ്ങളുടെ ഭൂരിപക്ഷം കൈവക്കി വോട്ട് ചെയ്യുന്നതനുസരിച്ചല്ല തീരുമാനിക്കുന്നത്. നേരെ മറിച്ച് സത്യം, ധർമ്മം, നീതി, സമത്വം, സാഹോദര്യം പോലെയുള്ള ചില മാനവിക, നൈതിക, ധാർമ്മിക മൂല്യങ്ങൾ കാലാകാലങ്ങളിൽ മനുഷ്യ സമൂഹം നിലനിർത്തിക്കൊണ്ടേ വന്നിട്ടുണ്ട്. അത് ഒരു ദൈവത്തിലുള്ള വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ വ്യത്യസ്ത മതങ്ങൾ ഉണ്ടാവും, പക്ഷേ ഈ മതങ്ങളെല്ലാം യോജിക്കുന്ന ഒരുപാട് പോയിന്റുകളിൽ പെട്ടതാണ് ഞാൻ ഈ പറയുന്നത്. എന്താണ് വികസനം എന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. എന്നിട്ടാണല്ലോ ആരുടെ വികസനം എന്ന് വരും. എന്താണ് ഈ വികസനം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്? ഞാൻ വിചാരിക്കുന്നത് സ്വൈരമായി ജീവിക്കാനും പ്രയോജനപ്രദമായ വിദ്യ നേടാനും ആ വിദ്യ അറിയാനും അറിയിക്കാനും അവകാശമുള്ള, പ്രാണവായു ശ്വസിക്കാനും ശുദ്ധവെള്ളം കുടിക്കാനും കഴിയുന്ന, സ്വസ്ഥമായ കുടുംബജീവിതം സാധ്യമാവുന്ന, മാന്യമായ തൊഴിലുള്ള, ജീവിക്കാൻ ആവശ്യമായ വേതനം ലഭിക്കുന്ന, മാനവിക ധാർമ്മിക മൂല്യങ്ങൾ സ്വാംശീകരിക്കാൻ കഴിയുന്ന മനുഷ്യ സമൂഹമായി കേരളത്തെ മാറ്റാൻ കഴിയുന്ന വികസനം. പക്ഷെ വളരെ ചുരുക്കി അവിടെ പറഞ്ഞാൽ നമുക്കൊക്കെ മനുഷ്യരായി ഇവിടെ ജീവിക്കണം, ശുദ്ധമായി ശ്വസിക്കണം. അത് മലിനീകരിക്കാൻ ആരെയായാലും എന്തിന്റെ പേരിലാണെങ്കിലും എന്ത് വികസനത്തിന്റെ പേരിലാണെങ്കിലും അനുവദിക്കരുത്. ഈ സമൂഹത്തിലെ പാവപ്പെട്ട പാർശ്വവൽകൃത സമൂഹങ്ങൾ, വിശേഷിച്ച ആദിവാസികൾ, അതിനേക്കാളെല്ലാം അപ്പുറത്ത് എല്ലാ സമുദായത്തിലെയും സ്ത്രീകൾ, എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ശരി, ഇന്ന് ഈ സമൂഹത്തിൽ ഏറെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് ഈ സ്ത്രീകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആരൊക്കെ എന്തെല്ലാം പ്രസംഗിച്ചാലും ശരി, അവരവിടെ പാർലമെന്റിൽ 33% സംവരണം നൽകണമെന്ന് വാചാലമായി പ്രസംഗിക്കും. ഇപ്പതാ ഈ എന്താ പറയാ, നമ്മളുടെ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പട്ടിക വരാൻ പോകുന്നു. അതിലെത്ര സ്ത്രീകളെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കഠിനാധ്വാനം വേണ്ടി വരും. കാരണം എല്ലാവരുടെയും ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെയുള്ള ആ ഒരു മനസ്സ് അവസാനിപ്പിച്ചുകൊണ്ട് പാർശ്വവൽകൃതരായ വിഭാഗങ്ങളിൽ ഒന്നാമതായി വരുന്ന സ്ത്രീകൾ, രണ്ടാമതായി വരുന്ന ഈ ആദിവാസികളും പട്ടികജാതി വർഗ്ഗങ്ങളും, ഈ എല്ലാ സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവരും, അതുപോലെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരുമായ ആളുകൾ, ഇവിടെ പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകിക്കൊണ്ടുള്ളതായ ഒരു വികസന നയം രൂപപ്പെടുത്താൻ ഇനി വരാൻ പോകുന്ന ഗവൺമെന്റെങ്കിൽ കഴിയുമെങ്കിൽ നിശ്ചയമായും 5 കൊല്ലം കൊണ്ട് അവരൊരിക്കലും വിട്ടുപോകേണ്ടി വരില്ല. ശാശ്വതമായി തന്നെ കേരളത്തെ ഭരിക്കാൻ അവർക്ക് കഴിയും. നേരെ മറിച്ച് അവരും ആദ്യം വന്നു പോയപ്പോൾ തന്നെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ അവരെ പാഠം പഠിപ്പിക്കാനുള്ള കരുത്ത് ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. വ്യത്യസ്തങ്ങളായ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് പ്രൗഢോജ്വലമായ പ്രസംഗങ്ങളോട് സദസ്സ് ചോദ്യങ്ങളിലൂടെയാണ് പ്രതികരിച്ചത്. സൂക്ഷ്മ നിരീക്ഷണങ്ങളുടെ പ്രതിഫലനങ്ങളാണ് ചോദ്യങ്ങൾ. ഉപരിവർഗത്തിന്റെ വികസന വീക്ഷണങ്ങളെയും പ്രഭാഷകരുടെ പ്രസംഗങ്ങളെയും സദസ്സ് ശക്തമായി വിചാരണ ചെയ്തു. എഴുതി ചോദിച്ച ചോദ്യങ്ങളോട് ചർച്ചയിൽ പങ്കെടുത്ത പ്രമുഖരുടെ പ്രതികരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യത്തെ ചോദ്യം എം.എൻ. വിജയനോടായിരുന്നു. പ്രൊഫസർ എം.എൻ. വിജയന്റെ അഭാവത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് വി.പി. വാസുദേവനായിരുന്നു. ചോദ്യം ഇതാണ്: ഇടതുപക്ഷത്തിന്റെ വിപ്ലവ അതിജീവന പരതയെ പ്രസംഗത്തിൽ താങ്കൾ പരാമർശിക്കുകയുണ്ടായി. വസ്തുനിഷ്ഠമായ ചരിത്ര പരിശോധന കമ്മ്യൂണിസ്റ്റ് മാർക്സിസത്തിന്റെ തകർച്ചയാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. അതിനാൽ ഈ പ്രസ്താവന വൈരുദ്ധ്യമല്ലേ? അതേസമയം ഇസ്ലാമിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തെ താങ്കൾ കണ്ടില്ലെന്ന് തോന്നുന്നു. ഈ ചോദ്യത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നോക്കാം. ഒരു മോഡല്, ഒരു മാതൃക, സോവിയറ്റ് യൂണിയൻ തകർന്നു എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഇല്ലാതെയില്ലേ?
ചൈന തകർന്നു എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഇല്ലാതെയില്ല. പാകിസ്ഥാൻ നാളെ തകർന്നാൽ, ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് തകർന്നാൽ ഇസ്ലാം ഇല്ലാതെയാവും. അല്ലെങ്കിൽ ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രം തകർന്നാൽ ഇസ്ലാം ഇല്ലാതെയായി എന്ന് പറയൂ? അതുപോലെ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ നിങ്ങൾ എവിടെ വിളിച്ചോ ഇസ്ലാമിക തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ ജനാധിപത്യമുണ്ട് എന്ന് ഞാൻ സ്ഥാപിച്ചു തരാം. ഓറിയന്റലിസം എന്ന് പറയുന്ന എഡ്വേർഡ് സെയ്ദിന്റെ ഒരു സിദ്ധാന്തമുണ്ട്. അതിന്റെ ആകത്തുകയായിട്ടുള്ളത് പടിഞ്ഞാറുള്ള ജനാധിപത്യത്തെക്കാൾ മഹത്തരമാണ്, പടിഞ്ഞാറുള്ള പാർലമെന്ററി ഡെമോക്രസിയേക്കാൾ ജനാധിപത്യം ഉള്ളതാണ് കിഴക്കുള്ള ഏകാധിപത്യങ്ങൾ എന്നാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തെ വോട്ടവകാശമോ കയ്യുപൊക്കലോ അല്ല. നിങ്ങൾ എങ്ങനെ ഊണ് കഴിക്കുന്നു, നിങ്ങൾ എങ്ങനെ വസ്ത്രം ഉടുക്കുന്നു, നിങ്ങൾക്ക് ആരോഗ്യപരമായ സ്ഥിതി എന്താണ്, നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കൽ ജനാധിപത്യത്തിൽ പെടുന്നുണ്ട്. ആ ഒരു ജനാധിപത്യത്തെക്കുറിച്ച് പാശ്ചാത്യൻ അജ്ഞനാണ്. പാർലമെന്ററി ഡെമോക്രസിയുടെ അമ്മയാണെന്ന് പറയുന്ന ബ്രിട്ടീഷ് പാർലമെന്റിൽ വന്നിട്ടുള്ളവർക്ക് ആ വിവരമില്ല. ബുഷ് ആ കാര്യത്തെക്കുറിച്ച്, സാമ്പത്തിക ജനാധിപത്യം എന്നൊരു വാക്ക് അവരുടെ ഡിക്ഷണറിയിലുണ്ടോ? ഇല്ല. കമ്മ്യൂണിസത്തിനെയും ഇസ്ലാമിനെയും ബന്ധിപ്പിക്കുന്ന ഘടകം സോളിഡാരിറ്റിയോ മുസ്ലിം ലീഗോ ഏതെങ്കിലും സംഘടനകളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ അവർ തമ്മിലുള്ള ലോക്യം പറയലോ അല്ല. നിങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം ഇസ്ലാമിലെ സക്കാത്തിൽ അനുസൃതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ കമ്മ്യൂണിസത്തിലെ മിച്ചമൂല്യ സിദ്ധാന്തത്തിന്റെ ആദ്യ രൂപമാണ്. ഇത് എനിക്ക് എവിടെയും സാധിക്കാൻ കഴിയും, എവിടെയും സാധിക്കാം. ആ സക്കാത്തിനെ കുറിച്ച് ഖുറാനിൽ പറയുന്ന വാക്യങ്ങളിലെടുത്താൽ മാർക്സിൻ മിച്ചമൂല്യ സിദ്ധാന്തത്തിന്റെ ഉറവിടം അവിടെയാണെന്ന് കാണുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അങ്ങനെ പ്രകടമായി സമ്പദ് വ്യവസ്ഥ, സാമ്പത്തിക സമത്വത്തെക്കുറിച്ച് മതത്തിന്റെ ഭാഗമായി, മത ആരാധനയുടെ ഭാഗമായി, ഇക്വലിറ്റിയെക്കുറിച്ച്, സാമ്പത്തിക സമത്വത്തെക്കുറിച്ച് പറയുന്ന, പ്രസ്താവിക്കുന്ന, പ്രകടമായി പറയുന്ന മറ്റൊരു മതമില്ല. എന്റെ അറിവിൽ ഇതിന് മുമ്പുള്ള മതങ്ങളെക്കുറിച്ച് മുഴുവൻ ഞാൻ പഠിച്ചിട്ടില്ല. ഏറ്റവും ആധുനികമായ മതാത. ആ ഒരു കണ്ണിയിൽ, ആ ഒരു പൊക്കിൾ കൂടി ബന്ധം ഈ രണ്ട് തത്വശാസ്ത്രങ്ങളും തമ്മിലുണ്ട്. നമ്മൾ ഏത് ദൈവത്തിനെ ആരാധിക്കണം എന്നുള്ള കാര്യം പരസ്പരം തർക്കിക്കാതിരുന്നാൽ മാത്രം മതി. ശത്രു സാമ്രാജ്യത്വമാണെന്നും ബുഷാണെന്നും അമേരിക്കയാണെന്നും തിരിച്ചറിയാൻ കഴിവുണ്ടെങ്കിൽ അതിനെ എതിരിടാൻ യോജിക്കാൻ കഴിയും. ആ യോജിപ്പിനെ ഇല്ലാതാക്കുന്ന എല്ലാ പ്രസ്താവങ്ങളെയും നാം അകറ്റി നിർത്തേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. തുടർന്ന് വിഷയാവതാരകൻ ഖാലിദ് മൂസയോടായിരുന്നു ചോദ്യം. വികസനത്തിന്റെ വക്താക്കളായി സോളിഡാരിറ്റി കണ്ടെത്തിയ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ അത്തരം പരിഗണന അർഹിക്കുന്നുണ്ടോ? മുൻകാലങ്ങളിൽ തങ്ങൾക്ക് ഭരണമില്ലാതിരുന്നപ്പോൾ എതിർത്ത പദ്ധതികൾ ഭരണം ലഭിക്കുമ്പോൾ നടപ്പിലാക്കുന്ന ഇടതുപക്ഷം സത്യത്തിൽ വികസന വിരോധികളല്ലേ? സോളിഡാരിറ്റി അവസരവാദികളെന്ന് കേരള ജനത മുദ്രകുത്തിയ ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രതികരണം ശ്രദ്ധിക്കാം. നമ്മുടെ ഈ ചർച്ചയ്ക്ക് വരാനിരിക്കുന്ന ഇലക്ഷനുമായുള്ള അടിയന്തരമോ നേരിട്ടുള്ളതോ ആയ ബന്ധങ്ങളൊന്നുമില്ല. ഇടതുപക്ഷത്തെ എന്തുകൊണ്ട് പരിഗണിക്കുന്നു എന്ന വിഷയം നേരത്തെ പ്രഭാഷണങ്ങളിൽ വന്നതാണ്. ആ കാഴ്ചപ്പാടിനോട് തന്നെയാണ് സോളിഡാരിറ്റിയും താതാത്മ്യപ്പെടുത്തുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചരിത്രത്തിലും അതിന്റെ വികാസ പ്രക്രിയയിലും വർത്തമാനകാലത്തെ അനുഭവങ്ങളിലുമെല്ലാം തന്നെ ഇടതുപക്ഷം എന്ന് പറയുന്നത് പരിഗണനാർഹമായ വിമർശനവും വിലയിരുത്തലും ആവശ്യമുള്ള ഒരു വിഭാഗമാണ് എന്നും കേരളം മുതലാളിത്ത മൂല്യങ്ങൾക്ക് അടിപ്പെടുന്ന സന്ദർഭങ്ങളിൽ അത്തരം മൂല്യങ്ങളിലേക്ക് ഇടതുപക്ഷം കൂടി പോകുമ്പോൾ അതിനെ പ്രതിരോധിച്ചു നിർത്തലും ശരിയായ വികാസ കാഴ്ചപ്പാടിലേക്ക്, ശരിയായ സന്തുലിതവും സമഗ്രവുമായ ഒരു വികസന കാഴ്ചപ്പാടിലേക്കും രാഷ്ട്രീയ കാഴ്ചപ്പാടിലേക്കും കേരള ജനതയെ കൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ് സോളിഡാരിറ്റി പ്രബോധനപരമായി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പ്രബോധനപരമായ ദൗത്യത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ സമൂഹത്തെ അത് അഭിമുഖീകരിക്കുന്നു. വളരെ ഉയർന്ന സ്വഭാവത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്ര ഐക്യത്തെക്കുറിച്ചും പുതിയ കേരളത്തിന്റെ സെറ്റപ്പിനെ കുറിച്ചും സംവാദങ്ങളും സഹകരണങ്ങളും ആശയവിനിമയങ്ങളും
കൊടുക്കൽ വാങ്ങലുകളും വളരെ അനിവാര്യമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുന്നത്. നേരത്തെ എതിർത്തത് പിന്നീട് നടപ്പിലാക്കുന്നതിനെ നേരത്തെ എതിർക്കുക എന്ന് തുടങ്ങിയ ശാഖാപരമായ പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അത് വിഷയാധിഷ്ഠിതമായും ഇഷ്യൂ ബേസ്ഡായും അപ്പോൾ കൈകാര്യം ചെയ്യേണ്ടതും തുറന്നു കാട്ടപ്പെടേണ്ടതുമായ ഒരു വിഷയമായിട്ട് മനസ്സിലാക്കപ്പെടേണ്ടതുള്ളൂ. ചോദ്യം CPM പ്രതിനിധി പ്രൊഫസർ MM നാരായണനോട്. പലരായി ഉന്നയിച്ച ചോദ്യങ്ങളുടെ ഒരു സംക്ഷിപ്തമാണ്. വിഷയാവതരണത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ വ്യത്യാസമില്ലെന്ന് പറഞ്ഞത് ശരിയല്ല എന്നും ആ വിമർശനത്തിന് വസ്തുതകളുടെ പിൻബലമില്ല എന്നും താങ്കൾ പറഞ്ഞു. എന്നാൽ മുതലാളിത്ത വികസന മാതൃകകളായി വാഴ്ത്തപ്പെട്ട എക്സ്പ്രസ് വേ, സ്മാർട്ട് സിറ്റി, വാട്ടർ തീം പാർക്ക്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഇടത് വലത് വ്യത്യാസത്തിന്റെ അതിർവരമ്പുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയല്ലേ? എന്തായിരുന്നു ഉത്തരമെന്ന് നോക്കാം. എക്സ്പ്രസ് വേയുടെ കാര്യത്തിലും സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിലൊക്കെ CPIM എടുത്തിട്ടുള്ള നിലപാട് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ച് എന്തോ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇങ്ങനെ ചോദ്യം വന്നത് തോന്നുന്നു. സ്മാർട്ട് സിറ്റിയൊക്കെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് CPM എടുത്തിട്ടുള്ളത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ വലതുപക്ഷം CPM-നെ വികസന വിരുദ്ധർ എന്ന് മുദ്ര കുത്തിയിട്ടുള്ളത്. അപ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടിനെ ഈ വലതുപക്ഷം ഞങ്ങളുടെ പാർട്ടിയെ പറ്റി പറയുന്ന അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം വിലയിരുത്തിക്കൊണ്ടുള്ള ചോദ്യമാണ്. തുടർന്ന് സദസ്സിന്റെ ചോദ്യം ശ്രീ K. വേണുവിനോടായിരുന്നു. ജനാധിപത്യത്തെ മുതലാളിത്തത്തിന്റെ നേട്ടമായി ശ്രീ വേണു പറയുകയുണ്ടായി. ആ വഴിയെ നീങ്ങിയതാണ് ഇറാന്റെ നേട്ടമെന്നും സാന്ദർഭികമായി സൂചിപ്പിച്ചു. അതേ ഇറാനിൽ ഷായുടെ സ്വേച്ഛാധിപത്യത്തെ അന്നും മറ്റ് അറബ് രാജ്യത്തെ ജനാധിപത്യ ഭരണകൂടങ്ങളെ ഇന്നും പിന്താങ്ങുന്ന മുതലാളിത്തത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അമേരിക്ക സമം മുതലാളിത്തം എന്ന രീതിയിലാണ് പൊതുവിൽ നമ്മുടെ ചർച്ച നടക്കുന്നത്. അതിനോട് ഒട്ടും യോജിപ്പുള്ള ആളല്ല ഞാൻ. ഇപ്പൊ മാർക്സൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്യൂഡലിസത്തെ അപേക്ഷിച്ച് വളരെയധികം സാമൂഹ്യവൽകൃതമായ ഒരു സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനമാണ് മുതലാളിത്തം. അതിനെ കുറെ കൂടി വ്യത്യസ്തമായ, കുറെ കൂടി അതിന്റെ ഉയർന്ന തലത്തിലേക്ക് ആ സാമൂഹ്യവൽക്കരണത്തെ പൂർണ്ണമായ രാഷ്ട്രീയവൽക്കരണം കൂടിയാക്കി മാറ്റുക എന്നുള്ളതാണ് കമ്മ്യൂണിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമേരിക്ക ഇന്ന് നിലനിർത്താൻ ശ്രമിക്കുന്ന സ്വച്ഛാധിപത്യപരമായ ഒരു രാജ്യത്തിന്റെ മൊത്തം ആധിപത്യം എന്നുള്ളത് അടിസ്ഥാനപരമായ മുതലാളിത്ത പ്രവണതയെ തടയുന്ന ഒന്നാണ്. അതേസമയം യൂറോപ്പിൽ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന യൂറോ പാർലമെന്റ്, യൂറോപ്യൻ എക്കണോമി തുടങ്ങിയവ മുതലാളിത്തത്തിന്റെ കുറെ കൂടി ജനാധിപത്യവൽകൃതമായ രൂപമാണ്. അമേരിക്കൻ ആധിപത്യം തകരാൻ പോവുകയാണെന്നുള്ളത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇന്നത്തെ ലോകത്തിൽ രാജ്യങ്ങൾക്കിടയിലെ ജനാധിപത്യം എന്നുള്ള പ്രവണത അതിശക്തമായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പരിണാമത്തിന്റെ ഘട്ടമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് വിലയിരുത്തുന്ന ആളാണ് ഞാൻ. അതിൽ അമേരിക്ക പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുക. അന്ന് ബ്രിട്ടീഷ് സൂര്യനെ സ്ഥാപിക്കാത്ത സാമ്രാജ്യം ഉണ്ടായ ബ്രിട്ടൻ വളരെ പെട്ടെന്ന് തന്നെ ഒന്നുമല്ലാതായി മാറിയതുപോലത്തെ ഒരവസ്ഥയിലേക്കാണ് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ എതിർപ്പ്, അമേരിക്കയുടെ അനുകൂലം എന്നുള്ളത് മുതലാളിത്തത്തിന്റെ പൊതുവായ ഒരു ഘടനയായിട്ട് വിലയിരുത്തുന്ന ആളല്ല ഞാൻ. മുതലാളിത്തത്തിലെ പിന്നോക്കം നിൽക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രൂപത്തിന്റെ മാതൃക മാത്രമാണ് അമേരിക്ക. മന്ത്രിമാരുടെയും MLA-മാരുടെയും സുഖസൗകര്യങ്ങളും ശമ്പളവും മറ്റും ഉയർത്തുമ്പോൾ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു KP രാജേന്ദ്രനോടുള്ള സദസ്സിന്റെ ചോദ്യം. മറുപടി നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷെ പൊതുവൊരു ധാരണയുണ്ട്, ഭരണകക്ഷിയെ എതിർക്കുക, പ്രതിപക്ഷത്തിന്റെ എതിർക്കുക. ആ ഒരു ധാരണയിൽ നിന്നാണ് അത് വരുന്നത്. അസംബ്ലിക്ക് എനിക്കറിയാം, പാർലമെന്റിലെ അത് രീതി തന്നെയാണെന്ന് തോന്നുന്നു. ഒരു പൊതു കോൺഫറൻസിലാണ് ഈ ശമ്പളം വർദ്ധിപ്പിക്കുന്നത്, അതുപോലെ അവരുടെ അലവൻസൊക്കെ വർദ്ധിപ്പിക്കുന്ന ബില്ലൊക്കെ കൊണ്ടുവരാറ്. അതൊരുപാട് ചർച്ച നടക്കും. അതിന്റെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി, കക്ഷി നേതാക്കളായിട്ടുള്ള ചർച്ച, പാർട്ടികളിൽ അഭിപ്രായങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് അതിനകത്ത്. ഞാൻ പ്രതികരിക്കുന്ന പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ളതിലേക്ക് ഞാൻ പറയാം. ഞങ്ങൾ പാർട്ടി അതിനകത്ത് കുറച്ച് വ്യത്യസ്ത നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. വ്യത്യസ്ത നിലപാടുകൾ പല സന്ദർഭത്തിലും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഒരു ഉറുപ്പിയെ കൂട്ടുന്നതായ കാര്യത്തിലായാലും ഒരു 100 തവണ ആലോചിച്ചിട്ടേ അത് ചെയ്യാൻ പാടൂ എന്ന് തന്നെയാണ്. ആ വിമർശനത്തിന്റെ നല്ല വശം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെ നിരീശ്വരവാദമായി മുദ്രകുത്തി ഒരു കാലത്ത് എതിർക്കുകയും
ഇന്ന് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനമാണ് ഏറ്റവും നല്ലതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് അവസരവാദമല്ലേ? ഒ അബ്ദുറഹ്മാനോടുള്ള ഈ ചോദ്യത്തിന്റെ മറുപടി ശ്രദ്ധിക്കാം. ഇസ്ലാമിന്റെയും അതുപോലെ മതങ്ങളുടെ പൊതുവായ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തെ കേവലം ഭൗതികമായി കാണുന്നില്ല എന്നുള്ളത്. അതിന് ആത്മീയവും ആധ്യാത്മികവുമായ വശമുണ്ട് എന്നല്ല, അത് വളരെ ശക്തമായ ഒരു വശമാണ് എന്നതിൽ നിന്നാണ് മതങ്ങൾ ആരംഭിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് പറയുമ്പോൾ ഭൗതിക ജീവിതത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു, മരണാനന്തരം മറ്റൊരു ജീവിതമേ ഇല്ല. ഈ ഭൗതിക ജീവിതം പരമാവധി സ്വർഗീയമാക്കാൻ വേണ്ടിയുള്ള യത്നങ്ങളാണ് മനുഷ്യൻ നടത്തേണ്ടത് എന്ന ഈ കാഴ്ചപ്പാടിനോട് തന്നെ യോജിപ്പില്ലാത്ത ഒരാദർശമാണ് ഇസ്ലാം. എത്ര തന്നെ മനുഷ്യൻ ശ്രമിച്ചാലും ഈ ഭൗതിക ജീവിതത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. ഈ ലോകം സ്വർഗമാക്കാൻ ആര് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. എന്നാൽ താരതമ്യേന സമൃദ്ധമായ സമാധാനപൂർണമായ ഒരു ജീവിതം ഇവിടെ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കും. ആ ഒരളവിൽ മാത്രമേ ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നു. അതിനപ്പുറത്ത് അയാളുടെ മനുഷ്യരുടെ മരണാനന്തര ജീവിതത്തിലുള്ള ഒരു സ്വർഗീയ അല്ലെങ്കിൽ നരകീയമായ ഈ അവസ്ഥകൾ, ഇതിനെ സംബന്ധിച്ചാണ് ഇസ്ലാം വളരെ കൂടുതൽ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ അത് കമ്മ്യൂണിസവുമായി മൗലികമായി വിയോജിക്കുന്നുള്ളതാണ്. അത് എതിർക്കുമ്പോഴൊക്കെ അത് അന്നും ഇന്നും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അന്ന് അതിനെതിർത്തു, ഇന്ന് എതിർക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതേസമയം രണ്ടാമത്തത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനമാണ് ഏറ്റവും നല്ലതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞില്ല. ഇടതുപക്ഷത്തിന്റെ ചില പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ കണക്കാക്കണം. അതിന് ഉദാഹരണമായി പറഞ്ഞു 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്ന ശേഷം ഇവിടെ ഉണ്ടായ ഭൂപരിഷ്കരണ നിയമം എന്ന്. ഇപ്പോഴും അത് ശരിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഏതെങ്കിലും ചില കുടുംബങ്ങളോ ചില വ്യക്തികളോ 10,000-കണക്കിന് ഏക്കർ ഭൂമിയുടെ ഉടമകളായിരിക്കുകയും അവർക്ക് തിടുക്കം വന്നിട്ട് അത് വിൽക്കുന്ന പ്രശ്നം പോലും ഉത്ഭവിക്കാത്തൊരു സാഹചര്യത്തിൽ ഭൂപരിധി നിർണ്ണയം കൊണ്ടുവന്ന് കുടികിടപ്പുകാർക്കും സാധാരണ മനുഷ്യന്മാർക്കൊക്കെ ദൈവം ഇതായിട്ട് ഭൂമി സൃഷ്ടിക്കുന്നില്ലല്ലോ, ഉള്ള ഭൂമി പങ്കുവച്ചല്ലേ പറ്റൂ. അപ്പോൾ ആ ഭൂമി വിതരണം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്. അടുത്ത ചോദ്യം പ്രൊഫസർ എം നാരായണനോട്. സാമ്രാജ്യത്വ അധിനിവേശ സമരത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാനുള്ള സന്നദ്ധത പല വേദികളിലും ഇസ്ലാമിസ്റ്റുകൾ പ്രഖ്യാപിക്കുന്നത് കേൾക്കുന്നു. എന്നാൽ ഇടതുപക്ഷമോ CPM-ഓ നിലപാട് വ്യക്തമാക്കുന്നില്ല. ഇത് സാമ്രാജ്യത്വ അധിനിവേശ സമരത്തിൽ ഇടതുപക്ഷത്തിനും CPM-നും ഉള്ള ആത്മാർത്ഥതയിൽ സംശയമുണർത്തുന്നു. പ്രതികരണം എന്താണ്? സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും, അതാണ് ഞാൻ പറഞ്ഞത്, ഇന്റർനാഷണലിസം എന്ന് പറയുന്നത് മറ്റെല്ലാ വകഭേദങ്ങളെയും മറികടന്നുകൊണ്ടുള്ള പൊതുവായിട്ടുള്ള ഐക്യമാണ്. ആ കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിനാണ് കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്നത്. പക്ഷെ ഈ കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇപ്പൊ നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പ് മറച്ചു വെക്കുന്നില്ല. ആ വിയോജിപ്പുള്ളപ്പോൾ തന്നെ യോജിപ്പുണ്ട്, യോജിപ്പുള്ളപ്പോൾ തന്നെ വിയോജിപ്പുണ്ട്. അപ്പൊ അബ്ദുറഹ്മാൻ സാഹിബ് നേരത്തെ ഉദാഹരണം പറഞ്ഞു, ഫാസിസത്തിനെതിരായുള്ള ഐക്യമുന്നണി. ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന് പറഞ്ഞ സ്ലോഗൻ മുന്നോട്ട് വെച്ചു മറ്റേ അമേരിക്കയല്ല, ഫ്രാൻസ് അല്ല, ഇംഗ്ലണ്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റുകാരാണ് ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന് സ്ലോഗൻ വെച്ചത്. കമ്മ്യൂണിസത്തെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഫാസിസത്തെ വളർത്തിയെടുത്തത്. അതിന് ഫാസിസത്തിനെ ആയുധവൽക്കരിച്ച് ഈ പറഞ്ഞ സാമ്രാജ്യത്വ ശക്തികളൊക്കെ കൂടിയിട്ടാണ്. പക്ഷേ ഫാസിസത്തിനെ എതിർക്കാൻ വേണ്ടി, തോൽപ്പിക്കാൻ വേണ്ടി ഈ സാമ്രാജ്യത്വ ശക്തികളെ തന്നെ ആയിട്ട് യോജിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായി. അപ്പോ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു സംശയമില്ല. ഐക്യമുന്നണി എന്ന് പറഞ്ഞാൽ, പക്ഷെ ഐക്യമുന്നണി എന്ന് പറഞ്ഞാൽ എന്താ? ഐക്യമുന്നണി എന്ന് പറഞ്ഞാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തീർന്നു, നമ്മളൊന്നാണെന്ന് പറയലല്ല. ഐക്യമുന്നണിക്കകത്ത് സമരമുണ്ട്. ആ ഐക്യമുന്നണിക്കകത്ത് സമരം തുടരും. അല്ലാണ്ട് ഏകപക്ഷീയമായ യോജിപ്പല്ല എന്നർത്ഥം. യോജിപ്പുണ്ട്, വിയോജിപ്പുണ്ട്. വിയോജിപ്പുള്ളപ്പോൾ തന്നെ യോജിപ്പുണ്ട്. അപ്പോ ഈ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ സാമ്രാജ്യത്തിന് എതിർക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാർ സാമ്രാജ്യത്തിന് എതിർക്കുന്നു. അപ്പൊ സാമ്രാജ്യത്വം കോമൺ എനിമിയാണ്. പക്ഷെ ഈ എതിർക്കുന്നത് എന്തിനാ എന്ന ചോദ്യത്തിൽ, എതിർത്ത് പരാജയപ്പെടുത്തിയാൽ എന്ത് എന്ന ചോദ്യം, എതിർത്ത് പരാജയപ്പെടുത്തുന്നത് എങ്ങനെയെന്ന ചോദ്യം, ഇതൊക്കെ നിരവധി ചോദ്യങ്ങൾ പുതുതായിട്ട് വരും. അത് നിന്റെ കൂട്ടത്തിൽ വരും. ആ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ആശയ സംവാദം തുടർന്നുകൊണ്ട് ഈ ഐക്യം നിലനിർത്താൻ കഴിയണം. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വയ്ക്കുന്ന ഐക്യമുന്നണിയെ സംബന്ധിച്ച ആശയം. തുടർന്ന് വിജയൻ മാഷിന്റെ പ്രസംഗത്തെ അധികരിച്ചുകൊണ്ട് VP വാസുദേവനോടായിരുന്നു ചോദ്യം. ഇടതുപക്ഷ നിലപാടുകളിൽ നിന്നും അകന്നു പോകുന്ന ഇടതുപക്ഷത്തെ വിമർശിച്ച് അവരെ അതേ നിലപാടുകളിൽ ഉറപ്പിച്ചു നിർത്തണമെന്നും അതിനുവേണ്ടി ഇടതനുഭാവികളും അണികളും ജാഗ്രതായിരിക്കണമെന്നുമുള്ള വിജയൻ മാഷിന്റെയും സഖാക്കളുടെയും നിലപാടുകൾ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ
അതിനുവേണ്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ നടത്തുന്ന ശ്രമങ്ങൾ ഫലത്തിൽ വലതുപക്ഷത്തിനും അവരുടെ മാധ്യമങ്ങൾക്കും സ്വീകാര്യമാകുന്ന അരാഷ്ട്രീയ നിലപാടുകളിലേക്ക് അധപതിച്ചു പോകുന്നില്ലേ? കാര്യമാത്ര പ്രസക്തമായ ഈ ചോദ്യത്തോടുള്ള പ്രതികരണം ശ്രദ്ധിക്കാം. ചരിത്രത്തിലെ ചില സന്ദർഭങ്ങളുണ്ട്, അവിടെ സംശയിച്ചു നിൽക്കാൻ സമയമില്ല. സംശയിച്ചു നിന്നാൽ നമ്മളെ എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ ആ ആശയ സമരം, ആ ചേരി കുറച്ചെങ്കിലും കുഴപ്പത്തിലാവും. അതുകൊണ്ട് സംശയിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. ഗ്ലോബലൈസേഷൻ പല തലത്തിലൂടെ പല സെല്ലുകളിലൂടെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇസ്ലാം മതത്തിലും ഏജൻസികളുണ്ട്. മുഷറഫിന്റെ കാര്യമെങ്കിലും മുഷറഫ് ബുഷിനെ സ്വാഗതം ചെയ്തതും പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും ഒക്കെ നമുക്കറിയാമല്ലോ. ഇന്ന് സാമ്രാജ്യത്വത്തിന്റെ നേതൃത്വം വഹിക്കുന്ന, അത് സഖാവ് വേണു പറയണ്ടേ, ഈ മുതലാളിത്തത്തിൽ അമേരിക്ക മാത്രമാണ്, അല്ല അമേരിക്കയാണെന്ന് മുമ്പിൽ അതാ പ്രശ്നം. അത് നാളെ നശിക്കൂല എന്നുള്ള ഇന്ന് വക്താവായിട്ട് വാഷിംഗ്ടൺ കൺസെൻസസ് എന്ന് പറഞ്ഞ് വാഷിംഗ്ടൺ സമന്വയം എന്ന പേരില് ഇന്ന് നമ്മുടെ ADB ഇവിടെ മുനിസിപ്പാലിറ്റികളോട് പഞ്ചായത്തുകളോട് പറയണ നിബന്ധനകൾ ഒക്കെ തന്നെ മാർഗരറ്റ് താച്ചറും റീഗണും ചേർന്ന് വാഷിംഗ്ടൺ കോൺസെൻസസിന്റെ ഘട്ടത്തില് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ചേർന്ന് അമേരിക്കൻ ട്രഷറിയും ഉണ്ടാക്കിയ ഒരു സാമ്പത്തിക നയമുണ്ട്. ആ നയമാണ് വേണു സംസാരിച്ചത്. ഒരു രാജ്യം മുതലാളിത്തത്തിന്റെ ആയിട്ട് വരില്ല, കോർപ്പറേഷനുകളും അങ്ങനെയാണ് വരിക എന്നുള്ള രൂപത്തിൽ അതിലത് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവയുടെ മെയിൻ സ്ട്രീമില് ഇത് സ്വീകരിച്ചിട്ടില്ല. പറ്റിയ അബദ്ധങ്ങൾ ചിലപ്പോൾ തിരുത്തുന്നു, ഞങ്ങൾക്ക് ആ അബദ്ധം പറ്റുകയില്ല എന്ന് പറയുന്നു, എഴുതി വെച്ച രേഖകളിൽ എന്തായാലും അമേരിക്കക്കെതിരായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. പക്ഷെ പോരാട്ടങ്ങളില്ലാതെ ഈ എഴുതി വെച്ച കാര്യങ്ങൾ ശരിയാവാൻ പോകുന്നില്ല. സെമിനാറുകളിലൂടെ വരുന്ന നേതൃത്വവും സമരങ്ങളിലൂടെ വരുന്ന നേതൃത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിർഭാഗ്യവശാൽ സെമിനാറുകളിലൂടെ മാത്രം വരുന്ന നേതൃത്വങ്ങൾ പുസ്തകം നോക്കി പഠിച്ച് മാർക്സിസം ഉദ്ധരിക്കുകയും പ്രായോഗികമായ അതിനെക്കുറിച്ച് ഒന്നും നിശ്ചയമില്ലാതിരിക്കുകയും ഭരണാധികാരത്തിൽ വരുമ്പോൾ, അത്തരം ആളുകൾ ഭരണാധികാരത്തിൽ വരുമ്പോൾ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറഞ്ഞ് മുതലാളിത്തത്തിന്റെ കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് ഇന്ത്യയിൽ. അത് നമുക്ക് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ കഴിയും. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അത്തരത്തിലുള്ളൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെതിരായിട്ടുള്ള പോരാട്ടം മുതലെടുക്കുകയില്ലേ എന്നാണ് ചോദ്യം. മുതലെടുക്കും. ജനം ജാഗ്രത ആയിട്ടില്ലെങ്കിൽ ഇവിടെ മുതലെടുക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം, സോവിയറ്റ് റഷ്യയില് ഗ്രോമിക്കോ ബോയിങ് ഔട്ട്, സുപ്രീം സോവിയറ്റിൽ അംഗമായിരുന്ന ഗ്രോമിക്കോ ഗോർബച്ചേവ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവിടെ ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ട് ഉൾപാർട്ടി ജനാധിപത്യത്തിലെ ബൂർഷ്വാ ജനാധിപത്യ രീതിയെ മാനിച്ചുകൊണ്ട് സ്വന്തം അഭിപ്രായം പറഞ്ഞ് ഡിസെന്റ് ചെയ്ത് വേറെ പാർട്ടി ഉണ്ടാക്കാതെ വേറെ റബൽ ഗ്രൂപ്പ് ഉണ്ടാക്കാതെ അദ്ദേഹം വീട്ടിൽ പോയിരുന്നു. അദ്ദേഹം ചരിത്രപരമായിട്ടൊരു കുറ്റമാണ് ചെയ്തത്. പക്ഷെ MN വിജയൻ തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് കണ്ടപ്പോൾ താൻ പാർട്ടി മെമ്പർ അല്ലാതിരുന്നിട്ടും നിങ്ങളുടെ അടുത്ത് ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ, അത് വലിയ കുഴപ്പമാണല്ലോ, ഗ്ലോബൽ ആയിട്ടുള്ള കാര്യങ്ങളെ നേരിടുന്നതിൽ കുഴപ്പമുണ്ടല്ലോ, ഇത് ജനകീയാസൂത്രണത്തിൽ ഒരു ഒളിയമ്പ് എവിടുന്നോ വന്നിട്ടുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ മടിച്ചില്ല. അത് വാദമാണെങ്കിൽ അരാജകത്വവാദമാണ്. അത് ആര് മുതലെടുക്കുമെന്നുള്ളത് ചരിത്രം തെളിയിക്കും. വിപ്ലവ പ്രസ്ഥാനത്തിന് അതിന് മുതലെടുക്കാൻ കഴിയണം, വിപ്ലവ പ്രസ്ഥാനം അതിനെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന. ശ്രീ കെ വേണുവിനോടായിരുന്നു അടുത്ത ചോദ്യം. ഫ്യൂഡലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള ചരിത്രപരമായ വളർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അത് തടഞ്ഞു നിർത്താനാവില്ലെന്നും താങ്കൾ പറഞ്ഞു. മാക്സിയൻ ചരിത്ര വീക്ഷണത്തിന്റെ അടിസ്ഥാനമാണിതെന്നും അഭിപ്രായപ്പെട്ടു. ഈ വീക്ഷണപ്രകാരം ചരിത്രം അനിവാര്യമായും മുന്നോട്ടു പോകുന്ന ഒന്നാണല്ലോ. മനുഷ്യൻ എന്ന നിലയ്ക്ക് നാം ഏതോ ചരിത്രവിധിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മുടെ റോൾ എന്താണ്? ഓരോ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ധാർമ്മികമായ തെരഞ്ഞെടുപ്പുകളാണ് ചരിത്രത്തെ നിർണയിക്കുന്നത് എന്ന ഇസ്ലാമിക ചരിത്ര വീക്ഷണത്തെക്കുറിച്ച് എന്തു പറയുന്നു? മതാധിഷ്ഠിതമായ
അല്ലെങ്കിൽ ഞാൻ മതാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ കൂടുതൽ ഫ്യൂഡൽ ചായ്വുള്ള സാമൂഹ്യ രാഷ്ട്രീയ ഘടന എന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരം ഘടനകൾക്ക് ഉള്ളിൽ പോലും ഈ പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. ലോകത്തിലെ ഇസ്ലാമിക സമൂഹത്തിൽ അത് കാണുന്നു എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. വിവിധ ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളിലും ഈ മുതലാളിത്തവൽക്കരണത്തിന്റെ പ്രവണതകൾ പല തോതിലും പല തട്ടിലുമായി നിൽക്കുന്നു. അത് താരതമ്യേന പതുക്കെയാണെന്ന് ഞാൻ വിലയിരുത്താറുണ്ട്. കാരണം ഇസ്ലാമിക മതഘടനയുടെ സവിശേഷതയെ ബന്ധിപ്പിച്ചുകൊണ്ട ഒന്നാണ്. കാരണം മറ്റു മതങ്ങൾക്കില്ലാത്ത രീതിയിൽ ഭരണകൂട ഘടനയുമായി ബന്ധപ്പെട്ട ഒരു ദർശനം ഇസ്ലാമിനുള്ളത് കൊണ്ട് അത് രാഷ്ട്രീയാധികാരവുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പരിവർത്തനം താരതമ്യേന പതുക്കെ നടക്കുന്നത് എന്നുള്ളൊരു വിലയിരുത്തലുള്ള ആളാണ് ഞാൻ. പക്ഷെ അപ്പൊ പോലും ഇസ്ലാമിക സമൂഹത്തിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഫ്യൂഡൽ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ഘടനയിൽ മാറ്റം അനിവാര്യമാണെന്നും അത് പോകുന്നതെല്ലാം തന്നെ മുതലാളിത്ത രീതിയിലേക്കാണ് എന്നുമുള്ള ഒരു യാഥാർത്ഥ്യം ലോകവ്യാപകമായി തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്ന പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ ഉദാഹരണമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചത്. ഫ്യൂഡൽ രാഷ്ട്രീയ സാമ്പത്തിക ഘടനയുള്ള കാലഘട്ടത്തിൽ ബുദ്ധമതമാകട്ടെ, ഹിന്ദുമതമാകട്ടെ, ഇസ്ലാമാകട്ടെ, ക്രിസ്തുമതമാകട്ടെ, ഈ ഏത് മതത്തിന്റെ ആധിപത്യമുള്ള ഫ്യൂഡൽ സമൂഹത്തിലും ഒരേ രാഷ്ട്രീയ സാമ്പത്തിക ഘടന ഉണ്ടായത്. ആ ഓരോ മതങ്ങളും വ്യത്യസ്തമായ വ്യക്തി ദർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തി ദർശനങ്ങൾക്കൊന്നും തന്നെ ഒരു പ്രസക്തി ഉണ്ടായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് വ്യക്തിയധിഷ്ഠിതമായ ഇപ്പൊ ഗാന്ധിയൻ വീക്ഷണം വിജയിക്കാത്തതിന്റെ കാരണം അതിലൊട്ടേറെ നല്ല അംശങ്ങളുണ്ടെന്ന് അംഗീകരിക്കുന്ന ആളാണ്. വ്യക്തികളുടെ കഴിവിനെ ഉപ്പ് സത്യാഗ്രഹം പോലൊരു സമരത്തിലൂടെ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞത് വ്യക്തിഗതമായ ഓരോരുത്തരുടെയും കഴിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതിന്. പക്ഷെ ഗാന്ധിജിക്ക് പറ്റിയ അബദ്ധം വ്യക്തിഗതമായ വശത്തിൽ ഊന്നുമ്പോൾ സാമൂഹികമായ വശത്തെ അദ്ദേഹം ഏറെക്കുറെ പൂർണ്ണമായി അവഗണിക്കുകയാണ് ചെയ്തത്. സാമൂഹികതയും വ്യക്തിഗതവും പരസ്പര ഒരു വൈരുദ്ധ്യാത്മകമായ ഒരു പ്രക്രിയയായിട്ട് ഏത് സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. അതിൽ സാമൂഹികമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് വിലയിരുത്തുന്ന ആളാണ് ഞാൻ. മാർക്സിസം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ അത് ശരിയാണെന്ന് വിലയിരുത്തുന്ന ആളാണ്. അതുകൊണ്ടാണ് വ്യക്തിഗതമായ ആശയങ്ങൾക്ക് തീർച്ചയായിട്ടും ചെറിയ സ്വാധീനങ്ങൾ ചെലുത്താൻ കഴിയുമെങ്കിലും സമൂഹത്തെ മൊത്തത്തിൽ പരിവർത്തനപ്പെടുത്തുന്നതിന് അത് സാധ്യമാകില്ല. ഇതിന് സാമൂഹികമായ സംവിധാനം തന്നെയാണ്. മതാധിഷ്ഠിത സംവിധാനങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന സംവിധാനങ്ങൾ മാത്രമായിട്ടേ അവയ്ക്ക് നിലനിൽക്കാൻ കഴിയൂ എന്ന് ചൂണ്ടിക്കാണിക്കാനും കാരണം അതാണ്. സോളിഡാരിറ്റിയുടെ സമരഗതികളെക്കുറിച്ചാണ് ചോദ്യം. ദരിദ്രപക്ഷത്തിന്റെ വികസനം എന്ന ഇടതുപക്ഷ കാഴ്ചപ്പാടിനോട് പൊതുവെ യോജിപ്പാണ് ഇവിടെ കണ്ടത്. ഈ ലക്ഷ്യം യഥാർത്ഥത്തിൽ സാധ്യമാവണമെങ്കിൽ ഈ രാജ്യത്ത് നിലവിലുള്ള ബൂർഷ്വാ ഭരണകൂടം തകർക്കപ്പെടണം. അബ്ദുറഹ്മാൻ സാർ പറഞ്ഞതുപോലെ പൊതുശത്രുവിനെ നേരിട്ട് തോൽപ്പിക്കാൻ സോളിഡാരിറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് എത്ര കണ്ട് ഈ സമരത്തിൽ ഭാഗഭാക്കാകാൻ കഴിയും? ഖാലിദ് മൂസയോടുള്ള ഈ ചോദ്യത്തിന്റെ പ്രതികരണം ശ്രദ്ധിക്കാം. ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടായിട്ടല്ല സോളിഡാരിറ്റി മനസ്സിലാക്കുന്നത്. വികസനത്തിന്റെ ഒന്നാമത്തെ പരിഗണന ദരിദ്രരായ, പ്രയാസം അനുഭവിക്കുന്നവരായ, ജീവിത ദുരിതങ്ങൾ അഭിമുഖീകരിക്കുന്നവരായ ജനവിഭാഗമായിരിക്കണമെന്നത് വികസനത്തിന്റെ ഇസ്ലാമികമായ പരിഗണനയാണ്. നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവന്റെ ദൗത്യം നിർവഹിക്കുക, എല്ലാവർക്കും അവകാശപ്പെട്ട വിഭവങ്ങളെ വലിക്കുല്ലി ദാബത്തിൻ ഫിൽ അർളി റിസ്ഖുഹ, വിഭവം എന്നത് അടിസ്ഥാനപരമായി ദൈവിക സ്രോതസ്സാണ് എന്നും ഈ വിഭവ വിതരണം, വിഭവ വിന്യാസം നീതിയുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കുക എന്ന ബാധ്യത മനുഷ്യന്റെ ഖിലാഫത്തിന്റെ ബാധ്യതയായി, ഭൂമിയിലെ പ്രാതിനിധ്യത്തിന്റെ ബാധ്യതയായി ഏറ്റെടുക്കണമെന്നുമുള്ള ഇസ്ലാമിക തത്വദർശനത്തിൽ നിന്നുകൊണ്ടാണ് ദരിദ്രപക്ഷ വികസനം എന്നത് സോളിഡാരിറ്റി മുന്നോട്ട് വെക്കുന്നത്. അതിനോട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് അടുപ്പവും താതാത്മ്യവുമുണ്ട് എന്നതാണ് ഈ ദർശനപരമായ ഐക്യത്തെയാണ് സക്കാത്തിലും അതുപോലെ തന്നെ നീതിപൂർവമായ സാമ്പത്തിക വിതരണത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലൊക്കെ ദർശിക്കുന്നത്. മറുവശത്ത് മുതലാളിത്തം എന്നത് ധനകേന്ദ്രീകരണത്തിന്റെ വിഭവത്തെക്കുറിച്ചുള്ള ഈ അടിസ്ഥാന ദർശനത്തെ നിരാകരിക്കുന്നു. ഇങ്ങനെ മൂലധനത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുവാനും സ്വന്തമാക്കാനുമുള്ള ഒരു അധികാര ശക്തിയായി വളർത്തിയെടുത്തിരിക്കുന്ന മുതലാളിത്താധിപത്യത്തെ ചെറുക്കുക എന്നത് പ്രമുഖ ഉത്തരവാദിത്തമായി മുഖ്യ കടമയായി ഏറ്റെടുക്കുമ്പോൾ അതിൽ ഇടതുപക്ഷവുമായുള്ള ഐക്യവും സഹകരണവും ഈ ലക്ഷ്യം നേടുന്ന കാര്യത്തിലും ഈ മുഖ്യ ശത്രുവിനെ തളക്കുന്ന കാര്യത്തിലും ഏറെ സഹായിക്കുമെന്ന് സോളിഡാരിറ്റി ഉറച്ചു വിശ്വസിക്കുന്നു. തുടർന്ന് CPIയുടെ KP രാജേന്ദ്രനോടായിരുന്നു ചോദ്യം.
എക്സ്പ്രസ് ഹൈവേ, കരിമണൽ ഖനനം തുടങ്ങിയ പദ്ധതികളെ ആദ്യകാലങ്ങളിൽ എതിർക്കുകയും പിന്നീട് അടുത്ത തവണ അധികാരത്തിൽ എത്തും എന്നായപ്പോൾ അനുകൂലിക്കുകയുമാണ് താങ്കളുടെ പാർട്ടി ഉൾപ്പെട്ട മുന്നണിയിലെ കക്ഷിയായ CPM. ADBയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഈ ഇരട്ടത്താപ്പിനോട് താങ്കളും താങ്കളുടെ പാർട്ടിയും ഭരണത്തിന് മുമ്പും പിമ്പും എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എക്സ്പ്രസ് ഹൈവേയുടെ കാര്യത്തിൽ തുടക്കം മുതൽ എക്സ്പ്രസ് ഹൈവേ ഉപേക്ഷിക്കണം എന്ന നിലപാടാണ് ഞങ്ങളുടെ പാർട്ടി എടുത്തത്. അതിലൊരു സന്ദർഭത്തിൽ പോലും ഒരു അവ്യക്തത ഞങ്ങൾക്കുണ്ടായിട്ടില്ല. കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേ ആവശ്യമില്ല എന്നും എക്സ്പ്രസ് ഹൈവേക്ക് പകരം നമ്മുടെ 4 വരിപ്പാത 6 വരിപ്പാതയാക്കൽ, 2 വരിപ്പാത 4 വരിപ്പാതയാക്കുക, ഗ്രാമീണ റോഡുകൾ, റെയിൽ ഇരട്ടപ്പാത സംസ്ഥാനത്ത് പൂർത്തീകരിക്കുക, അതുപോലെ നമ്മുടെ ജലപാത വികസിപ്പിച്ചെടുക്കുക, അതിവേഗ തീവണ്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഓടിക്കാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കരിമണലിന്റെ വിഷയത്തിൽ ഇതുപോലെ തന്നെയാണ്. കരിമണൽ ഖനനം പാടില്ല. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ അതിനുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട പഞ്ചായത്തുകളിൽ കരിമണൽ ഖനനം നടത്തിയാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുകയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ജനകീയമായ ഒരു അവബോധം ഉണ്ടാക്കി എടുത്തൊരു വിഷയമാണ് അത്. എന്നാൽ പൊതുമേഖലയിൽ ചവറ, KMML ഉൾപ്പെടെയുള്ള കമ്പനികൾ, IRE ഉൾപ്പെടെയുള്ള കമ്പനികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ പൊതുമേഖല നിലനിൽക്കുന്നിടത്ത് പോലും വളരെ വളരെ ജാഗ്രതയും ശ്രദ്ധയും വേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലും ആറാട്ടുപുഴ പഞ്ചായത്തിലും യാതൊരു കാരണവശാലും ഏത് സാഹചര്യങ്ങൾ വന്നാലും കരിമണൽ ഖനനം പാടില്ല എന്ന വളരെ ശക്തമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. തുടർന്ന് മാധ്യമം എഡിറ്റർ അബ്ദുറഹ്മാൻ സാഹിബിനോടുള്ള ചോദ്യം. ഇടതുപക്ഷവും ഇസ്ലാമിക സംഘടനകളും ഒരുമിച്ച് നിന്ന് അധിനിവേശത്തെ ചെറുക്കണം എന്ന് താങ്കൾ അഭിപ്രായപ്പെടുകയുണ്ടായി. എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനകളെ സാമ്രാജ്യത്തിന് ബദലായി കാണാൻ കഴിയുമോ? ഇത്തരം മതവിഭാഗങ്ങൾ മറ്റു മതവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ ഒന്നും തന്നെ സംരക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്തിന് ബദലായ ഇസ്ലാം എന്ന വാദം ശരിയല്ല. മറിച്ച് എല്ലാ വിഭാഗത്തിന്റെയും, പ്രത്യേകിച്ച് തൊഴിലാളി വിഭാഗത്തിന്റെ സംരക്ഷകരായി കാണുന്ന ഇടതുപക്ഷമല്ലേ യഥാർത്ഥ ബദൽ? ഇടതുപക്ഷം എല്ലാ വിഭാഗത്തിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എന്നതുകൊണ്ട് താങ്കളെപ്പോലുള്ളവർ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് അധിനിവേശത്തെ ചെറുക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായം കൂടിയുണ്ട്. ഈ ചോദ്യത്തോട് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രതികരണം എന്തായിരിക്കാം? മതത്തെ സംബന്ധിച്ച സാമാന്യമായി നിലനിൽക്കുന്ന ഒരു ധാരണയുണ്ട്. അത് മിക്കപ്പോഴും പരമ്പരാഗതമായ ഒരു ധാരണ കൂടിയാണ്. അതെന്തു പറഞ്ഞാൽ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടാത്ത, രാഷ്ട്രീയ നിരപേക്ഷമായ, കേവലം സ്വകാര്യ ജീവിതത്തിൽ ഒതുങ്ങുന്ന ആത്മീയ പരിസരം മാത്രമുള്ള ഒന്നാണ് എന്നതാണ് ആ സങ്കല്പം. ആ സങ്കല്പത്താൽ സ്വാധീനിക്കപ്പെട്ടതാണ് ഈ ചോദ്യവും എന്ന് ഞാൻ കരുതുന്നു. ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയുമൊക്കെ അവതരിപ്പിക്കുന്ന രീതിയിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ഈ സങ്കല്പം ശരിയല്ല എന്ന് പറയാതെ വയ്യ. ഇതിൽ രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലുമല്ല, മാത്രമല്ല നിയമവാഴ്ചയുടെ കാര്യത്തിൽ പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ കൃത്യമായ ശിക്ഷാവിധികൾ നടപ്പാക്കി ഇതുപോലെയുള്ള എല്ലാം ഉള്ള ഒരു സമ്പൂർണമായ സ്റ്റേറ്റിന്റെ ചിത്രമാണ് പ്രവാചകൻ നൽകിയത്. ഇങ്ങനെയുള്ള ഒരു ഇസ്ലാമിക വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത് സാമ്രാജ്യത്തിന് ബദലാവുകയില്ല എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയോ ഒരു മുൻവിധിയോ ആണ്. മൂലധന ശക്തികളുടെ ഇടപെടൽ, തുടർന്നുണ്ടാകുന്ന സമ്പത്തിന്റെ കേന്ദ്രീകരണം, അതിനെ തുടർന്ന് സ്വാഭാവികമായും ഉണ്ടാകുന്ന നിയോ കൊളോണിയലിസത്തിലേക്ക് വരെ എത്തുന്ന ഈ ലിബറലിസത്തിന്റെയും പ്രൈവറ്റൈസേഷന്റെയും ഈ കാര്യങ്ങൾ, ഇതിനെയൊക്കെ വളരെ കൃത്യമായിട്ട് എതിർക്കുന്ന ഒരാശയവും ആദർശവും തന്നെയാണ് ഇസ്ലാം. അതുകൊണ്ട് മുതലാളിത്തത്തെ എതിർക്കണമെങ്കിൽ ഇസ്ലാമിന് മറ്റേതെങ്കിലും ഒരു ആദർശത്തിന് കൂടെ മാത്രമേ സാധിക്കുന്നു എന്നില്ല. ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തീരെ പ്രവർത്തിക്കാത്ത മേഖലകളിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ് ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുക മാത്രമല്ല പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. യോജിച്ചു നിന്നുകൊണ്ട് സാമ്രാജ്യത്വം പോലെയുള്ള മഹാതിന്മകളെ, പൊതുതിന്മകളെ എതിർക്കുന്നതോടൊപ്പം വ്യക്തിത്വവും അസ്തിത്വവും വ്യതിരിക്തയും നിലനിർത്താം. അതോടൊപ്പം സംവാദങ്ങളുടേതായ ഒരു കാലാവസ്ഥ അത് തുടർന്നു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് പ്രായോഗിക രീതി എന്നാണ് എനിക്ക് തോന്നുന്നത്.
പ്രൊഫസർ എം നാരായണനോട് CPM ഭരിക്കുന്ന കോർപ്പറേഷനുകൾ നിരവധി ജനവിരുദ്ധ ഉപാധികളുള്ള ADB വായ്പയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ട്? മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. പതഞ്ഞൊഴുകുന്ന മിച്ചമൂലധനത്തിന്റെ വിനോദ കേന്ദ്രങ്ങൾ തകർക്കണമെന്നും അവയ്ക്ക് മുമ്പിലാണ് ഇനിയുള്ള സമരമുഖങ്ങൾ തീർക്കേണ്ടത് എന്നും കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയായ KN കുഞ്ഞഹമ്മദ് പറയുന്നു. CPM നേതൃത്വത്തിലുള്ള കണ്ണൂരിൽ തുടങ്ങുന്ന തീം പാർക്കുകൾ ഏത് രീതിയിൽ നീതീകരിക്കും? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം നടപ്പാക്കാനുള്ള സ്ഥാപനങ്ങളല്ലതൊന്നും. ആ ധാരണ മാർക്സിസ്റ്റുകാർക്കും ഉണ്ടാവേണ്ട, മാർക്സിസ്റ്റ് വിരുദ്ധന്മാർക്കും ഉണ്ടാവും. ഈ ജനവിരുദ്ധമായ ഘടനയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നു എന്തിനു വേണ്ടി? അതിന്റെ ജനവിരുദ്ധ സ്വഭാവത്തെ എക്സ്പോസ് ചെയ്യാനാണ്. അത് അല്ലാതെ അതുപയോഗിച്ച് രാജ്യത്ത് സാമൂഹ്യ പരിവർത്തനം വരുത്താം എന്നുള്ള വ്യാമോഹം, അതിനാണ് പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നത്. പാർലമെന്ററി വ്യാമോഹം എന്ന് പറഞ്ഞാൽ ബൂർഷ്വാ പാർലമെന്റിന്റെ ഘടന ഉപയോഗിച്ച് സാമൂഹ്യ പരിവർത്തനം വരുത്താം, സാമൂഹ്യ നീതി ഉണ്ടാക്കാം, സമത്വം സാക്ഷാത്കരിക്കാം എന്നാണ് വ്യാമോഹം. ആ വ്യാമോഹം ഞങ്ങൾക്കാർക്കില്ല. മറ്റ് മോഹങ്ങളൊക്കെ ഉണ്ടോ? ഈ വ്യാമോഹമില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം വിമർശനം. കേരളത്തിൽ LDF അധികാരത്തിൽ വന്നാൽ താങ്കൾ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുമോ? KP രാജേന്ദ്രനോട്. കഴിഞ്ഞ 5 വർഷം നടന്ന കേരളത്തിലെ ഏറ്റവും വലിയ സമരങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ രംഗത്ത് നടന്ന സമരങ്ങളാണ്. ഞങ്ങളൊരു കണക്ക് പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ലാത്തിചാർജുകൾ നടന്നത് ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നേരെയാണ്. അപ്പൊ ഈ കഴിഞ്ഞ 5 വർഷം വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി, പാവപ്പെട്ടവരുടെ പഠനവും വിദ്യാഭ്യാസവും സംരക്ഷിക്കാവുന്ന വലിയൊരു സമരം നടന്ന കാലഘട്ടം. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് കേരളത്തിലെ വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥി നേതാക്കന്മാരാണ്. അതുകൊണ്ട് ഒരു പൊതു ചർച്ച ഏത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്നിടത്തൊക്കെ ഇപ്പൊ സജീവമായിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ LDFന്റെ കാലത്തും ആ ചർച്ചയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏതെങ്കിലും പാർട്ടികൾ ഈ വകുപ്പ് ഏറ്റെടുക്കണം. മറ്റൊരു ചർച്ച നടക്കുന്നുണ്ട്. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ദേശീയ കോൺഗ്രസ്, മറ്റു മുഖ്യ പാർട്ടിയാണ്, കോൺഗ്രസ് അത് ഏറ്റെടുക്കും. ഒരു ചർച്ച കേരളത്തിൽ ഇപ്പൊ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ ഏതെങ്കിലും പാർട്ടി ഏറ്റെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ ചർച്ചയുടെ ഒരു സാരാംശം, അതിനൊരു ഉദ്ദേശശുദ്ധി, അത് ചിലപ്പോൾ മാനിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ചോദ്യം ശ്രീ K വേണുവിനോട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പതനം അഥവാ മനുഷ്യനിർമ്മിത പ്രത്യശാസ്ത്രത്തിന്റെ പതനം, അവസരവാദം കളിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പോരായ്മ, ഇവ രണ്ടും ആത്മീയതയുടെ അഭാവം ആണെന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്താണ്? ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഏകമാനവികത ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? എന്താണ് താങ്കളുടെ അഭിപ്രായം? പാർലമെന്ററി ജനാധിപത്യ സംവിധാനം രൂപം കൊണ്ടതിന് ശേഷം അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥ ആവിഷ്കരിക്കുന്നതിലുള്ള പരാജയമാണ് കമ്മ്യൂണിസത്തിന്റെ പരാജയത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ ജനാധിപത്യമില്ലാതെ സോഷ്യലിസം സാധ്യമല്ല എന്നുള്ള ഒരു വശം, ജനാധിപത്യമുണ്ടായാൽ സോഷ്യലിസം നടപ്പിലാക്കുക എളുപ്പമല്ല എന്നുള്ള മറ്റൊരു വശം. ഈ അടിസ്ഥാന വൈരുദ്ധ്യം ഇന്ന് മനുഷ്യ സമൂഹം അഭിമുഖീകരിക്കുന്ന വൈരുദ്ധ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മുതലാളിത്തത്തിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന സോഷ്യലിസ്റ്റിക് ട്രെൻഡുകളുണ്ട്. അതേപോലെ തന്നെ ജനാധിപത്യപരമായി സോഷ്യലിസം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള താരതമ്യേന മെച്ചപ്പെട്ട ദിശയായിട്ട് മാറുക എന്നാണ്. അത് ആത്മീയതയിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ആത്മീയത ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലെ ആവശ്യമായ ഒരു ഘടകം എന്ന രീതിയിൽ പലരും പല രീതിയിലുള്ള ആത്മീയത സ്വീകരിക്കാറുണ്ട്. അങ്ങനെ ഒരു ഘടകമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. മറിച്ച് ഒരു സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി തീർക്കുന്നതിൽ ആത്മീയതയ്ക്ക് സജീവമായ പങ്കുവഹിക്കാൻ കഴിയില്ല എന്നാണ് ഇതുവരെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിശദീകരണങ്ങളെല്ലാം അതിൽ തന്നെ വരുന്നുണ്ട്. കാരണം ആത്മീയതയ്ക്ക് ആധിപത്യം നൽകുന്ന മതവിഭാഗങ്ങൾക്ക് അതാത് കാലഘട്ടത്തിലെ വസ്തുനിഷ്ഠമായ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് മതങ്ങൾ അതാത് കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥകൾക്ക് അനുസൃതമായി രൂപപ്പെടുകയോ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഇടതുപക്ഷ ചിന്താധാര എന്ന വേസ്റ്റ് എവിടെ ഡിസ്പോസ് ചെയ്യണം എന്നതല്ലേ വാസ്തവത്തിൽ പ്രശ്നം? അവർ സ്വർഗരാജ്യമായി കരുതിയിരുന്ന റഷ്യയും ചൈനയുമെല്ലാം അതിനെ എന്നോ കുഴിച്ചു മൂടിയില്ലേ? ഇനിയും ഇവിടെ ഒരു ജീർണോദ്ധാരണം സാധ്യമാണോ? പ്രകോപിപ്പിക്കുന്ന ഈ ചോദ്യം VP വാസുദേവനോടായിരുന്നു. എന്തായിരുന്നു മറുപടി? പ്രത്യയശാസ്ത്രപരമായിട്ട് ഇസ്ലാം
ഇസ്ലാമില് ഉണ്ട് എന്ന് നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ വിചാരിക്കുന്നതും ഇപ്പൊ വേണുവിന്റെ അഭിപ്രായത്തിൽ ഒടുവിൽ വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് ആദ്യം പറഞ്ഞതിന് അല്പം വിരുദ്ധമാണോ എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എന്റെ തെറ്റിദ്ധാരണയാവും. ആദ്യം പറഞ്ഞത് ഞാൻ വേണ്ടത്ര മനസ്സിലാക്കാത്തതുകൊണ്ട് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ ഒടുവില്, മതം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. മതം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മതം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മതം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു തെറ്റല്ല. കേരളത്തില് കർഷക തൊഴിലാളി പ്രസ്ഥാനം ഉയർന്നു വരികയും കൂലി സമ്പ്രദായത്തിലുള്ള പോരാട്ടങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്തപ്പോൾ തിരൂർക്കാട് കോളേജിൽ മലപ്പുറം ജില്ലയിൽ ഉടനീളം ബോർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഖുർആനിലെ ഒരു വചനാണ്. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്നുള്ളതാണ്. ഇത് തമിഴ്നാട്ടിൽ എഴുതി വെച്ചില്ലത്. അപ്പൊ ഖുർആൻ എങ്ങനെ വായിക്കപ്പെടണം? അത് സോഷ്യലിസ്റ്റ് വായനയാവാം, ഇത് മുതലാളിത്ത വായനയാവാം. ഇങ്ങോട്ട് എങ്ങനെ പെരുമാറി എന്ന് നോക്കിയിട്ടല്ല കമ്മ്യൂണിസ്റ്റുകാർ അങ്ങോട്ട് പെരുമാറുക. അതുകൊണ്ട് കമ്മ്യൂണിസം വേസ്റ്റ് കൊട്ടേ പോവാളാണ്, ഇടതുപക്ഷം വേസ്റ്റ് കൊട്ടേ പോവാളാണ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ പറയാ, സഹോദര അതങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞതിന് മറുപടി മതം വേസ്റ്റ് കൊട്ടേ പോകാനുള്ളതാണ് ഞങ്ങൾ പറയുകയില്ല. മതത്തിന് പല ക്രിയേറ്റീവായിട്ടുള്ള ധർമ്മങ്ങളും നിർവഹിക്കാനുണ്ട്. ഈ ഭൗതിക ജീവിതത്തിൽ മതം ഒരു യാഥാർത്ഥ്യമാണ്, അതുകൊണ്ട് നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാം എന്നാണ് അതിനുള്ള ഉത്തരം. അടുത്ത ചോദ്യം ഒ അബ്ദുറഹ്മാൻ സാഹിബിനോടായിരുന്നു. ചരിത്രത്തിൽ ഒരു മതവും ഫ്യൂഡലിസം അല്ലാത്ത മറ്റൊരു ബദൽ വ്യവസ്ഥ വിജയിപ്പിച്ചിട്ടില്ല എന്ന് ശ്രീ കെ വേണു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. 30 വർഷം നിലനിന്നു എന്ന് പറയുന്ന ഇസ്ലാമിക ഖിലാഫത്ത് ഫ്യൂഡലിസമാണെന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുമോ? ഇസ്ലാം ഫ്യൂഡലിസത്തെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ മുഹമ്മദ് നബി ഒരാവശ്യമേ ആവുമായിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഫ്യൂഡലിസ്റ്റുകൾ ഖുറൈശികളായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബാംഗങ്ങളായിരുന്നു. അവരോട് അദ്ദേഹത്തിന് പൊരുതേണ്ടി വരുമായിരുന്നില്ല. നേരെ മറിച്ച് ആ എതിർപ്പുകളെ മുഴുവൻ അതിശക്തമായി അദ്ദേഹം നേരിടേണ്ടി വന്നത് അന്നത്തെ ഈ അന്ധമായ ശക്തമായ ചൂഷക ശക്തികളോടാണ്. എന്നല്ല, താൻ പ്രവാചകനാണെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും വാദിക്കുകയും ചെയ്യുന്ന മുമ്പ് തന്നെ മക്കയിലെ മർജിതരായ ആളുകൾ, അറേബ്യയിലെ ചൂഷിതരായ ആളുകളെ രക്ഷപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു സാമൂഹിക സംവിധാനം ഹെൽഫുൽ ഫുദൂൽ എന്ന പേരിൽ ചരിത്രത്തിൽ പരിചയപ്പെടുന്ന ഒരു സന്ധി രൂപപ്പെട്ടപ്പോ അതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് പ്രവാചകൻ. കൊണ്ട് ഫ്യൂഡലിസം എന്ന് പറയുന്ന നാടുവാഴി സമ്പ്രദായം അത് ഇസ്ലാമുമായ ഒരർത്ഥത്തിലും പൊരുത്തപ്പെടുന്നതല്ല എന്നുള്ളതാണ് അതിന്റെ രേഖകൾ പരിശോധിച്ചാലും യഥാർത്ഥ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും നമുക്ക് ബോധ്യമാവുന്ന കാര്യം. ഒ അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രതികരണത്തിന്റെ തുടർച്ചയെന്നോണം കെ വേണുവിനോടായിരുന്നു തുടർന്നുള്ള ചോദ്യം. ഒരു മതവും ഫ്യൂഡൽ യുഗത്തിൽ വ്യത്യസ്തമായ പ്രായോഗിക പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല എന്നും എല്ലാ മതങ്ങളും ഫ്യൂഡൽ സാഹചര്യത്തിനനുസരിച്ച് നീങ്ങുകയായിരുന്നു എന്നും താങ്കൾ പറഞ്ഞു. ഡാർക്ക് ഏജിന്റെ കാലത്ത് ഇസ്ലാമിക ലോകത്ത് നിലനിന്ന വ്യത്യസ്തമായ അവസ്ഥയെ നെഹ്റു അടക്കമുള്ള ചരിത്രകാരന്മാർ ഉജ്ജ്വലമെന്ന് വിലയിരുത്തിയ ചരിത്രഘട്ടത്തെ താങ്കൾ എങ്ങനെ വിശകലനം ചെയ്യുന്നു? ഏറെക്കുറെ എല്ലാ മതങ്ങളുടെയും ആവിർഭാവവും അതിന്റെ ചരിത്രവും പരിശോധിക്കുമ്പോൾ ഒരു മതം എന്ന രീതിയിൽ ഒരു ആശയ സംഹിതയ്ക്ക് അടിസ്ഥാനം ലഭിക്കുന്നത് ആ കാലഘട്ടത്തിൽ, അത് ഉടലെടുത്ത കാലഘട്ടത്തിൽ വിപ്ലവപരമായ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ്. അത് ബുദ്ധമതത്തിനും ക്രിസ്തുമതത്തിനും ഇസ്ലാമിനും ഹിന്ദുമതത്തിന്റെ ചില അംശങ്ങൾക്കും ഒക്കെ തന്നെ ആ ഒരു സ്വഭാവം കാണാൻ കഴിയും. ക്രിസ്തു ആ കാലഘട്ടത്തിലെ അടിമ വ്യവസ്ഥയ്ക്കെതിരായ കലാപത്തിന് നേതൃത്വം നൽകിയ ആളായിരുന്നു. അതിലൂടെയാണ് അദ്ദേഹം ഒരു മതസ്ഥാപകനായി മാറുന്നത്. അതിൽ കൂടി ആകർഷിക്കപ്പെട്ട ജനത അദ്ദേഹത്തെ ദൈവപുത്രനായിട്ട് കാണുന്നു. അത് പിന്നീട് പക്ഷേ ആ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് ആ വിപ്ലവ സ്വഭാവം നിലനിൽക്കുന്നുള്ളൂ. ഉടനെ അതൊരു വ്യവസ്ഥാപിത സംവിധാനമായി മാറുന്നു. അങ്ങനെ വ്യവസ്ഥാപിത സംവിധാനമായി മാറുന്നതോടുകൂടി തന്നെ അത് പിന്നീട് ഞാനീ പറഞ്ഞ അടിമത്തത്തിന്റെയും ഫ്യൂഡലിസത്തിന്റെയും ചരിത്ര വ്യവസ്ഥകളുടെ നിയമങ്ങൾക്ക് അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയും. ചുരുങ്ങിയ സമയം കൊണ്ട് അതും ആ ബുദ്ധന്റെ അനുയായികളും പിന്നീടുള്ള വ്യവസ്ഥയും പൂർണ്ണമായും ഫ്യൂഡൽ ഘടനയിലേക്കും പിന്നീടുള്ള പരിണാമങ്ങളിലേക്കും മാറുണ്ടായത്. നബി ശരിക്കും ഫ്യൂഡൽ കാലഘട്ടത്തിലാണ് ഉടലെടുക്കുന്നത്. നബിയുടെ ആശയങ്ങളും ഇസ്ലാം മതം ഉടലെടുക്കുന്നത് ഫ്യൂഡൽ കാലഘട്ടത്തിന്റെ നടുക്ക് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ
നബിക്ക് ഒരു പ്രവാചക പദവി ലഭിക്കുന്നത് ആ കാലഘട്ടത്തിന്റെ അടിസ്ഥാന സാമൂഹ്യ രാഷ്ട്രീയ ഘടനയെ ഒരു കലാപരൂപത്തിൽ ചോദ്യം ചെയ്യാനും ബദലായി ഒരു അന്വേഷണത്തിന് തുടക്കം കുറിക്കാനും കഴിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇല്ലാത്ത കാര്യമാണ്. ആ ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഉള്ളിൽ നിന്ന് വിപ്ലവം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായും അതിന് ബദലായും തന്നെ അന്വേഷിച്ചു എന്നുള്ളതാണ്. പക്ഷേ സാമൂഹ്യ വ്യവസ്ഥ പിന്നീട് ആ രീതി തുടരാൻ അനുവദിക്കുന്നില്ല. ഉടനെ തന്നെ അത് ഫ്യൂഡൽ വ്യവസ്ഥയിലേക്ക് സ്വാംശീകരിക്കപ്പെടുന്നു എന്നുള്ള ചരിത്ര നിയമവും നമുക്കത് കാണാൻ കഴിയുന്നതാണ്. പക്ഷെ ഞാനവിടെ സൂചിപ്പിക്കുന്നത് ലോക നിലവാരത്തിൽ ഞാനിപ്പോഴും കാണുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വം എന്നുള്ള അമേരിക്കൻ മേധാവിത്വം എന്നുള്ള പ്രക്രിയക്കെതിരായി സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ സമരമുണ്ടെന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യൂറോപ്പ് അമേരിക്കൻ രീതിയെയും അമേരിക്കൻ മേധാവിത്വത്തെ അംഗീകരിക്കുന്നില്ല. യൂറോപ്യൻ മുതലാളിത്ത രാജ്യങ്ങൾ വ്യത്യസ്ത രീതിയിൽ പരിണമിക്കുന്നുണ്ട്. അതേസമയം മൂന്നാം ലോക രാജ്യങ്ങൾ കുറെ കൂടി വ്യത്യസ്തമായ രീതിയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യ രാജ്യങ്ങൾക്കെതിരായി സമരം ചെയ്യുന്നുണ്ട്. ഈ സമരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേദി ഇന്ന് നടക്കുന്നത് ലോകവ്യാപാര സംഘടനയാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ലോകവ്യാപാര സംഘടനയുടെ സംഘടനാ സംവിധാനം കൺസെൻസസിന്റെ അടിസ്ഥാനത്തിൽ പൊതുസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോകവ്യാപാര സംഘടനയുടെ ദോഹ സമ്മേളനം, മെക്സിക്കോയിലെ കൺകൂൺ സമ്മേളനം, അവസാനം ഹോങ്കോങ് സമ്മേളനം, ഈ സമ്മേളനങ്ങളിലെല്ലാം തന്നെ മൂന്നാം ലോക രാജ്യങ്ങളുടെ സംഘടിതമായ ചെറുത്തുനിൽപ്പ് വർദ്ധിച്ചു വരുന്നത് കാണാൻ കഴിയും. എല്ലാ മതങ്ങളും അതാത് കാലഘട്ടത്തിന്റെ ഇതിനനുസരിച്ച് മാറിക്കൊണ്ട് അല്ലെങ്കിൽ അതാത് സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് മാത്രം നിന്നിട്ടുള്ളതാണ്. ആ കീഴ്പ്പെടലാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അത് ആ മത പ്രത്യയശാസ്ത്രത്തിന് സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് മുകളിൽ ആധിപത്യം ഇല്ലെന്നാണ് സ്ഥാപിക്കുന്നത്. ആ എന്റെ നിലപാടിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ആ നിലപാട് ആദ്യത്തെ വിശദീകരണങ്ങളിലുണ്ട്, പിന്നീടുള്ള വിശദീകരണങ്ങളിലുണ്ട്. പിന്നെ ഇസ്ലാമിലെ മറ്റു മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജനാധിപത്യ സ്വഭാവത്തോടുകൂടി കാണാൻ ശ്രമിക്കുന്നതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില വ്യത്യസ്തതകൾ ഞാൻ അംഗീകരിക്കുന്നതാണ്. അതിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ടായി. അതായത് രാഷ്ട്രീയ ഘടനയുമായി ഇസ്ലാമിന്റെ ഉത്ഭവത്തിനുള്ള ബന്ധം തുടങ്ങിയത് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അതിനെ ഇസ്ലാം എന്നുള്ളത് ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ മാതൃകയായിട്ട് കാണാൻ എനിക്ക് സാധ്യമല്ല. കാരണം എല്ലാ മതവിശ്വാസങ്ങളുടെയും പരിമിതി അതിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനത്തിന് അടിസ്ഥാനപരമായി ജനാധിപത്യപരമാവാൻ കഴിയില്ല എന്നതാണ് എന്റെ വിലയിരുത്തൽ. ആ വിലയിരുത്തൽ ഒറ്റപ്പെട്ട വിലയിരുത്തലല്ല, വലിയൊരു വിഭാഗം ആളുകൾ വസ്തുനിഷ്ഠമായിട്ടും എന്താ പറയുക ഒരു ഭൗതികവാദപരമായ നിലപാടിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുന്ന മാർക്സിസ്റ്റ് വിശകലന രീതി ഉപയോഗിക്കുന്നവരുടെയൊക്കെ ഒരു വിലയിരുത്തലാണത്. ആ വിലയിരുത്തൽ തന്നെയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. താങ്കളുടെ പാർട്ടി ജനപക്ഷത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇന്ത്യയിൽ മദ്യപാനികളുടെ കാര്യത്തിൽ കേരളം 1-ാം സ്ഥാനത്താണ്. ആത്മഹത്യയുടെയും ലൈംഗിക പീഡനങ്ങളുടെയും വാഹന അപകടങ്ങളുടെയും കവർച്ചയുടെയും കൊലപാതകം തുടങ്ങി എല്ലാ കാര്യത്തിലും കേരളം മുന്നിലാണ്. ഈ തിന്മകളുടെ എല്ലാം മാതാവായ മദ്യത്തിനെതിരെ താങ്കളുടെ പാർട്ടിയുടെ ക്രിയാത്മക നിലപാട് എന്ത്? നിരോധം കൊണ്ട് 25% ആളുകളെങ്കിലും കുടിനിർത്തി അത്രയും ജനം രക്ഷപ്പെടുമെങ്കിൽ നല്ലതല്ലേ? അമ്മ പെങ്ങന്മാരുടെയും കുടിച്ചു ചാവാൻ വിധിക്കപ്പെട്ടവരുടെയും കണ്ണീരിന്റെ വില കൊണ്ട് തന്നെ വേണോ നമുക്ക് വികസനം? CPM-ലെ ശ്രീ MM നാരായണനോടുള്ള ഈ ചോദ്യത്തിന്റെ പ്രതികരണവും അദ്ദേഹത്തിന്റെ സമാപന പ്രസംഗവും ശ്രദ്ധിക്കുക. തിന്മകൾ നിയമനിരോധത്തിലൂടെ അവസാനിപ്പിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നില്ല. നിയമം അതിനെ അനുകൂലിക്കണമെന്നല്ല, പക്ഷെ നിയമ നടപടികളിലൂടെ ഭരണ നടപടികളിലൂടെ അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ എന്ന് ഞാൻ കരുതുന്നില്ല, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ കരുതുന്നില്ല. പക്ഷേ ഈ കുറ്റകൃത്യങ്ങൾ പെരുകയാണല്ലോ. എന്താ കാരണം? അതാലോചിച്ചാൽ മതിയല്ലോ. ഇപ്പോ വളരെ കടുത്ത ശിക്ഷ ഇത്തരം കുറ്റങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളിലാണ് ഇത്തരം കുറ്റങ്ങൾ തെഴുത്തു വരുന്നത് പലപ്പോഴും. അപ്പൊ നിയമത്തിലൂടെ ഭരണത്തിലൂടെ ഇത് മാറ്റി തീർക്കാൻ പറ്റില്ല. ഇത് ഉണ്ടാവുന്ന സാഹചര്യം എന്താണെന്ന് പരിശോധിച്ച് ആ സാഹചര്യത്തെ മാറ്റി തീർക്കാനുള്ള പ്രവർത്തനം നടത്തണം. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിന് കാരണം എന്താ? അവിടെ ബൂർഷ്വാ ജനാധിപത്യം അപ്ലൈ ചെയ്യാത്തോണ്ടല്ല, നടപ്പാക്കാത്തോണ്ടല്ല, സോഷ്യലിസ്റ്റ് ജനാധിപത്യം നടപ്പാക്കാൻ സാധിക്കാത്തതുകൊണ്ട്. ബൂർഷ്വാ ജനാധിപത്യത്തിന്റെ അഭാവം കൊണ്ടല്ല, സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിന്റെ അഭാവം കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത്. ബൂർഷ്വാ ജനാധിപത്യവും സോഷ്യലിസ്റ്റ് ജനാധിപത്യവും തമ്മിൽ അളവിൽ മാത്രമല്ല ഗുണത്തിലും വ്യത്യസ്തമാണ്. ഈ സോഷ്യലിസ്റ്റ് ജനാധിപത്യം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് സോഷ്യലിസത്തിന്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ, വികസനം സംബന്ധിച്ചു. അതിനു പകരം മനുഷ്യന്റെ സമഗ്ര വികസനത്തിന് ഈ ഉൽപാദന ശക്തികളെ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കെട്ടഴിച്ചുവിടണമെങ്കിൽ മുതലാളിത്തത്തിനെതിരായിട്ടുള്ള മുന്നേറ്റത്തിലൂടെ മാത്രമേ സാധിക്കൂ. മൂലധനത്തിന്റെ വാഴ്ച അവസാനിപ്പിച്ചാൽ മാത്രമേ സാധിക്കൂ. ഈ കാഴ്ചപ്പാട് നിർഭാഗ്യവശാൽ വേണുവിന്റെ പ്രഭാഷണത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. ഇപ്പൊ ഖിലാഫത്തിനെ കുറിച്ച് പറഞ്ഞു.
ഖിലാഫത്ത് സമരത്തിന്റെ ദൗർബല്യം എന്തായിരുന്നു? മലബാർ കലാപത്തിന്റെ ദൗർബല്യം എന്തായിരുന്നു? മലബാർ കലാപം കർഷക കലാപമാണ്, സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ്, യാതൊരു തർക്കമില്ല. പക്ഷെ അതിന്റെ പരിമിതി എന്താ? അതിനകത്ത് തന്നെ അതിന് പരിമിതിയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ കൃഷിക്കാരുടെ സമരമാണ്, പക്ഷേ ഹിന്ദു കൃഷിക്കാരെ അതിലാണ് നിർത്താൻ കഴിഞ്ഞില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ കൃഷിക്കാരുണ്ട്. ഹിന്ദു കൃഷിക്കാരെന്ത് ചെയ്തു? അവരുടെ മതവിശ്വാസം ജന്മിമാരെ അനുസരിക്കാനാണ് പ്രേരിപ്പിച്ചത്. ഒരേ മതവിശ്വാസത്തിന്റെ പ്രശ്നം അത്. ഇരുതല മൂർച്ചയുള്ള വാള. ഇതിനകത്തൊരു ഡയലക്ടിക്സ് ഉണ്ട്. അതേസമയത്ത് മുസ്ലിങ്ങളുടെ മതവിശ്വാസം ഈ ജന്മിത്വത്തിനും സാമ്രാജ്യത്തിനും എതിരായി പോരാടാണ് പ്രേരിപ്പിച്ചത്. അപ്പോ മതപരമായ പ്രചോദനം അതൊരു പ്രചോദന കേന്ദ്രമാവണമെന്നല്ല പറഞ്ഞത്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതിൽ എല്ലാവരും യോജിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിനകത്ത് തന്നെ ഈ ദൗർബല്യങ്ങൾ ഉപയോഗിച്ച് ഈ പ്രസ്ഥാനത്തെ ശിഥിലമാക്കാൻ സാമ്രാജ്യത്തിന് കഴിയും. തുടർന്ന് ഖാലിദ് മൂസയോടായിരുന്നു ചോദ്യം. ബംഗാളിലും കേരളത്തിലും സാമ്രാജ്യത്വ മൂലധനത്തിന്റെ നടത്തിപ്പുകാരായി തീർന്ന ഇന്നത്തെ ഇടതുപക്ഷത്തിന് സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിനെയും വികസന മാതൃകയും ചെറുത്തുനിൽക്കുന്നതിൽ പങ്കാളികളാകാൻ കഴിയുമെന്ന് എന്തുകൊണ്ടാണ് സോളിഡാരിറ്റി കരുതുന്നത്? ഈ ചോദ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും സമാപന പ്രസംഗവും. ഇത്തരം സംശയങ്ങളും അന്വേഷണങ്ങളും ഈ ചർച്ചയുടെ പല ഘട്ടത്തിലും വന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ ചർച്ചയുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഈ ചർച്ചയിലെ പല ഘട്ടങ്ങളിലായി പല ഭാഗങ്ങളിൽ നിന്നായി വെളിപ്പെട്ടതുപോലെ ഇടതുപക്ഷ സമീപനങ്ങളിൽ പ്രത്യേകിച്ചും അതിന്റെ മുഖ്യധാര സംവിധാനമായ CPIM-ന്റെ നിലപാടുകളിൽ ശക്തമായ തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്ന ശബ്ദവും മൗനവും കൊണ്ടുള്ള അഭിപ്രായപ്രകടനങ്ങൾ കൊണ്ട് ധന്യമായിരുന്നു ഈ സംവാദമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഐക്യത്തിൻ്റെതായ പരസ്പര യോജിപ്പിൻ്റെതായ തിരിച്ചറിവിൻ്റെതായ ലക്ഷണങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ അനുദിനം തെളിഞ്ഞു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇരുപക്ഷത്തും, മതപക്ഷത്തും മതേതര പക്ഷത്തും ഇസ്ലാമിക പക്ഷത്തും ഇടതുപക്ഷത്തും കൊടുക്കലുകളും വാങ്ങലുകളും നടക്കുന്നു എന്നത്, ആശയവിനിമയങ്ങൾ നടക്കുന്നു എന്നതാണ് ഈ കാലത്തിന്റെ ഒരു വലിയ സവിശേഷത. കേരളത്തിൽ വിശേഷിച്ചു ഇന്ത്യയിലും കേരളത്തിലും നടക്കാൻ പോകുന്ന ഭാവി സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ തീർച്ചയായും സ്വാതന്ത്ര്യ പോരാട്ടത്തിന് നാന്ദി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. സൈനികമായി ഈ രാജ്യത്തെയും ഈ ദേശത്തെയും കീഴ്പ്പെടുത്തിയ വെള്ളാധിപത്യത്തെ, ബ്രിട്ടീഷ് ആധിപത്യത്തെ ഉജ്ജ്വലമായ ധാർമ്മിക നിലപാടുകളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്ത് പുറത്താക്കിയ ഇന്ത്യൻ ജനസമൂഹത്തിന് മൂലധനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിനാശകരമായ വികസനത്തിന്റെ ഭാഷയിലും കടന്നുവരുന്ന സാമ്രാജ്യത്വത്തെ ചെറുക്കുവാനുള്ള പുത്തൻ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ഇനി നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായും ഫ്യൂഡലിസമോ മുതലാളിത്തമോ തിരിച്ചു വരുന്നതിന് പകരം ജനാധിപത്യ മൂല്യങ്ങളിലും മനുഷ്യാവകാശ സംഹിതകളിലും സമ്പൂർണമായ നീതിബോധത്തിലും അധിഷ്ഠിതമായ ഒരു പുതിയ ലോകക്രമത്തെ പേറിക്കൊണ്ട് നടക്കുന്ന ഈ മുന്നേറ്റത്തിൽ ഏത് പ്രത്യയശാസ്ത്രം, ഏത് ഐഡിയോളജി വിജയിക്കുമെന്നത് കാലം തീരുമാനിക്കട്ടെ എന്നതാണ് സോളിഡാരിറ്റിയുടെ നിലപാട്. ആ ഒരു ക്ഷമയോടുകൂടി, ആ ഒരു സർഗാത്മകതയോടുകൂടി സാമ്രാജ്യത്വ വിരുദ്ധമായ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുവാനുള്ള ധീരതയും രാഷ്ട്രീയ ബോധവും ഈ പ്രസ്ഥാനത്തിനുണ്ട്. ശ്രീ VP വാസുദേവനോടുള്ള ചോദ്യം. മൂലധന രാഷ്ട്രീയം മറച്ചുപിടിച്ച് ആത്മീയ വ്യവസായം നടത്തുന്ന ആൾദൈവങ്ങൾക്കെതിരെയുള്ള വിമർശങ്ങൾ ഇത്തരം സദസ്സുകളിൽ ആവശ്യമല്ലേ? ഒരർത്ഥത്തിൽ ഈ കൂട്ടരും അധിനിവേശത്തിന് ചുക്കാൻ പിടിക്കുന്നില്ലേ? ശ്രീ VP വാസുദേവൻ ഇതിന്റെ പ്രതികരണത്തോടൊപ്പം സമാപന പ്രസംഗവും നിർവഹിച്ചു. ഞാൻ സാധാരണ ആൾദൈവങ്ങളെ വിമർശിക്കാത്ത ഒരാളാണ്. എന്റെ സുഹൃത്തുക്കൾ പലരും ആൾദൈവങ്ങളെ വിമർശിക്കും. ഞാൻ ഒരൊറ്റ സന്ദർഭത്തിലാണ് ആൾദൈവങ്ങളിൽപ്പെട്ട ഒരാളെ വിമർശിച്ചത്. അത് രജനി മരിച്ചപ്പോൾ, ആത്മഹത്യ ചെയ്തപ്പോൾ, അതിനെക്കുറിച്ച് ഒരു കവിത എഴുതിയപ്പോൾ ആ വാക്യമുണ്ടല്ലോ, അമൃതാനന്ദമയി പറഞ്ഞു എന്ന് പറയുന്ന കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന അമൃതവാണികൾക്കെതിരെ ഒരടയാളപ്പെടുത്തലാണ് രജനി. ആണ് ഞാൻ എഴുതിയ വാക്യം.
അത് തന്ത്രപരമായ ഒരു സമീപനമാണ് വേണ്ടത്. കാരണം മതനിരപേക്ഷമായ ചില വശങ്ങൾ, ആസ്പത്രി നിർമ്മാണം, അല്ലേ, ആൾദൈവങ്ങളുടെ പേരിൽ ആസ്പത്രിയുണ്ട്, ആസ്പത്രി പോയിട്ട് നമ്മൾ ചികിത്സിക്കാറില്ലേ? അപ്പൊ അതൊക്കെ അതിന്റെ വകതിരിവോട് കൂടിയിട്ട് അതാത് സന്ദർഭത്തിൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഏതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള പ്രശ്നമാണ് ആ ചോദ്യത്തിലുള്ളത്. അതിനെ അനുകൂലമായിട്ടും ഉപയോഗപ്പെടുത്താൻ ചില സന്ദർഭങ്ങളിൽ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതാണ് ജനാധിപത്യം. പടിഞ്ഞാറൻ ഡെമോക്രസിയെക്കുറിച്ചുള്ള സങ്കല്പമാണ് നമുക്കുള്ളത്. അതല്ല, ഒരു ഈസ്റ്റേൺ ഡെമോക്രസി ഉണ്ട്. നമ്മുടെ നാട്ടിൽ നാട്ടുകൂട്ടങ്ങളുണ്ടായിരുന്നു. കൊല്ലം അറുന്നൂറ്റവർ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ജാതി വ്യവസ്ഥ ഉള്ളപ്പോൾ തന്നെ ജാതിയിലെ തലവന്മാർക്ക് അവകാശങ്ങൾ കൊടുത്തിരുന്നു. ഇതൊക്കെ റിസർച്ച് ചെയ്ത് നമ്മുടെ ജനാധിപത്യ വേരുകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മളങ്ങനെ ഒരു മറ്റൊരു വഴികാട്ടിക്കൊണ്ട് മാത്രം വഴി നടന്ന ഒരാളുകളൊന്നുമല്ല. നമുക്കിവിടെ അയ്യപ്പൻ വിളക്കുണ്ട്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറെന്ന് വന്നതെന്നാണ് ധാരണ. അയ്യപ്പൻ വിളക്കിലെ സെക്യുലറിസം എവിടുന്ന് വന്ന? വാവരും അയ്യപ്പനും ഒരു ബീജത്തിൽ നിന്നുണ്ടായവരാണ്, ഒരു രക്തത്തിൽ പിറന്നവരാണ് എന്നുള്ള തിരിച്ചറിവല്ലേ അയ്യപ്പൻ വിളക്ക്. നമ്മൾ ഈ സാമ്പത്തികമായ റീഓറിയന്റേഷൻ അതിലേക്ക് കൊണ്ടുവരലാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോ, ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോ ഗാന്ധിജി പറഞ്ഞ ഒരു പോയിന്റ്, വൺ സ്റ്റെപ്പ് ഈസ് ഇനഫ് ഫോർ മീ. നിങ്ങളെല്ലാവരും യോജിപ്പുണ്ടോ? ഈ ഒരു സ്റ്റെപ്പിൽ യോജിപ്പുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ മതി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ തീരുമാനിക്കും. പോരാട്ടത്തിലൂടെയാണ് ഐക്യം ശക്തിപ്പെടുക. അത്തരത്തിലുള്ളൊരു പ്രസ്ഥാനത്തിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിന് സോളിഡാരിറ്റിയുടെ നയങ്ങളിലും ഇടതുപക്ഷത്തിന്റെ നയങ്ങളിലും ഒക്കെ തന്നെ ഈ ഫ്രിക്ഷണലായിട്ടുള്ള കാര്യം പോകണം. ഈ സാമ്രാജ്യത്വത്തിന് അവരെ കോർപ്പറേഷനുകളും ഒക്കെ ആണെങ്കിലും ഒരു വെള്ളക്കാരുടേതായ വംശീയത കൂടിയുണ്ട്. വെള്ളക്കാരുടെ വംശീയതയും ഇസ്ലാം, ഹിന്ദു എന്നൊക്കെ പറയുന്ന മതങ്ങളുടെ വർഗീയതയും തമ്മിലുള്ള വ്യത്യാസം വംശീയത, വർഗീയത മതപരിവർത്തനം കൊണ്ട് മാറും. ഒരു ഇസ്ലാം ആയിക്കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഇങ്ങോട്ടുള്ള വിദ്വേഷമോ, ഒരു ഹിന്ദു ആയി കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള വിദ്വേഷമൊക്കെ മാറിയെന്ന് വരും. പക്ഷെ വംശീയത, ഇറാനിലുള്ള ആളുകൾ മുഴുവനും ക്രിസ്ത്യാനി ആയാലും അമേരിക്കയുടെ വംശീയ വിദ്വേഷം ഒതുങ്ങുന്നില്ല. ഇന്ന് മുതലാളിത്തത്തിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയിലെ ഭരണകക്ഷിയെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അവിടുത്തെ ജനാധിപത്യ ക്രമത്തിലല്ല അവിടെ ഇന്ന് ബുഷ് തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. കറുത്തവരുടെ വോട്ടിൽ പലതരത്തിലുള്ള കൃത്രിമം ചെയ്തിട്ടാണ് ക്ലിന്റന്റെ കാലത്തെന്ന പോലെ ഇപ്പോഴത്തെ ബുഷിന്റെ കാലത്തും തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വമായിട്ട് നടന്നിട്ടില്ല. പ്രത്യയശാസ്ത്രമാണ് വലുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. തന്റെ വചനങ്ങളെക്കാൾ പ്രത്യയശാസ്ത്രമാണ് വലുത്, ഇല്ലേ? ഒരു റവല്യൂഷണറി കണ്ടന്റ് ഉണ്ട്, ഇത് തിരിച്ചറിയണം. കമ്മ്യൂണിസ്റ്റുകാരൻ ഇസ്ലാമിനെ തിരിച്ചറിയണം. ഇസ്ലാമിൽ മാത്രം നിന്നാ പോരാ. ഇവിടെ ക്രിസ്ത്യാനി ഉണ്ട്, ഇവിടെ ഹൈന്ദവ മതത്തിൽ റിവോൾട്ട് മൂവ്മെന്റ് ഉണ്ട്. തുഞ്ചത്തെഴുത്തച്ഛന്റെ മൂവ്മെന്റ് എന്താ? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും എന്നെഴുതിയ തീണ്ടാരിയായ പെണ്ണിനും ഇരപ്പനും എരപ്പാളിക്കും ദാഹകൻ ചുടല കാക്കുന്ന പറയുന്നു വേണ്ടിയുള്ളതാണ് എന്റെ ഹരിനാമകീർത്തനം. അതിലേക്ക് നമ്മൾ നോക്കണം. അങ്ങനെ നോക്കുമ്പോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മോസ്കോന്ന് വന്നവരല്ലെന്നും ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നും മാലിക് ദീനാറിന്റെ ഒപ്പം വന്നവരല്ലെന്നും ഇവിടെ ഉള്ളവരാണെന്നും ഇവിടെ തന്നെ നമുക്ക് മണ്ണിനൊരു പാരമ്പര്യം ഉണ്ടെന്നും നമുക്ക് മനസ്സിലാവും. ആ മനസ്സിലാവലിൽ നിന്ന് നമുക്ക് ഐക്യം ഉണ്ടാക്കാൻ പറ്റും. ലോകത്തിന് മാതൃകയായിട്ട് ഡെവലപ്മെന്റിൽ കേരളത്തിന് മാതൃകയാവാമെങ്കിൽ പോരാട്ടത്തിലും കേരളത്തിന് മാതൃകയാവാം. കുറഞ്ഞ വരുമാനം കൊണ്ട് കൂടുതൽ അല്ലെ മാതൃക, കേരള മാതൃക. കേരളത്തിൽ മാതൃക ഉണ്ടാക്കുക ഇന്നേ വരെ മതവും കമ്മ്യൂണിസവും തമ്മിൽ യോജിച്ചിട്ടൊരു മാതൃക ഉണ്ടായിട്ടില്ലായിരിക്കാം. ഉണ്ടാക്കിയെന്താ? പുതുതായിട്ട് ഉണ്ടാക്കിയെന്താ? നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നവരാ? അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് വളരെ ഭൗതികമായ പാരമ്പര്യമുണ്ട്. മഹാബലിയുടെ പാരമ്പര്യമുണ്ട്, വാവരുടെ പാരമ്പര്യമുണ്ട്, മോഴിയംകുന്നനും വാരിയംകുന്നത്ത് കുഞ്ഞാമാജി ഒരു ചങ്ങലേമ്പിൽ ബെല്ലാരി ജയിലിൽ കടന്നതിന്റെ പാരമ്പര്യമുണ്ട്, ഖിലാഫത്തിന്റെ പാരമ്പര്യമുണ്ട്, എം.പി. നാരായണമേനോന്റെ പാരമ്പര്യമുണ്ട്. വള്ളുവനാട്ടിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇതിലൊക്കെ. അതിന്റെയൊക്കെ പാരമ്പര്യത്തിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിമിന്റെ കാര്യം പ്രത്യേകം പറയുന്നത് ആ ഫിലോസോഫി ചർച്ചയ്ക്ക് വിധേയമായതുകൊണ്ടാണ്. അതാണ് അതിലത്തെ പ്രത്യേകിച്ചും ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാം തന്നെ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. മറ്റ് മതങ്ങൾ ആ രീതി ചിന്തിച്ചിട്ടില്ല. അത് പരിമിതിയാണോ വ്യാപ്തിയാണോ എന്നുള്ളത് തർക്കം വേറെ. ആ മതങ്ങൾക്ക് കൂടുതൽ വ്യാപ്തിയുണ്ട് എന്നൊക്കെ ചിലപ്പോൾ ബാധിക്കാം. അതിലേക്ക് ഞാൻ കടക്കണില്ല. പക്ഷെ ആ പ്രത്യേകത എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ ഇസ്ലാം മതം മാത്രം പോലെ
സർവ്വമതങ്ങളും മതനിരപേക്ഷമായിട്ടുള്ള ഒരു സ്റ്റേജിൽ അണിനിരക്കുകയും അത് മാത്രം പോരാ, ഈ ഐക്യത്തില്, ഇവർക്കെതിരായ ഐക്യത്തില് ഇന്ത്യൻ ക്യാപിറ്റലിസം വേണം. ഇന്ത്യൻ ക്യാപിറ്റലിസം ഇന്ന് ചെരുപ്പ് നക്കിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് ക്യാപിറ്റലിസത്തിന്റെ. അതാണ് ആ വർഗ സ്വഭാവം. അതിന് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കണം. ഇടതുപക്ഷത്തിന്റെ കയ്യില് ഇവിടുത്തെ മുതലാളിക്ക് വേണ്ടി കൂടിയുള്ള ഒരു അജണ്ട ഉണ്ടാവും. ഇവിടുത്തെ മുതലാളിത്തവും ഇന്ത്യൻ മുതലാളിത്തവും സാമ്രാജ്യത്വവും തമ്മിലുള്ള ഒരു മത്സരമുണ്ട്. ഇന്റർനാഷണൽ മുതലാളിത്തവും തമ്മിലൊരു മത്സരമുണ്ട്. അത് ഇന്ത്യൻ മുതലാളിയുടെ ഭാഗത്തല്ലേ നമ്മൾ നിൽക്കുക? ഞാൻ നീട്ടുന്നില്ല. അമേരിക്കയുടെ ലക്ഷ്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ വന്നപ്പോ പറഞ്ഞു. ഇവിടെ 30 കോടി മുതലാളിമാരുണ്ട് ഇന്ത്യയിൽ. 28 കോടിയാണ് അവിടുത്തെ ആകെ ജനസംഖ്യ. അവരൊക്കെ ചൂഷണം ചെയ്യുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പാകിസ്ഥാനിൽ വെച്ചിട്ട് മുഷറഫിനോട്, പാകിസ്ഥാൻ ജനതയോട് ഇന്ത്യയായിട്ടുള്ള കരാറിന്റെ ലക്ഷ്യം അതാണെന്ന് ബുഷ് പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. മൻമോഹൻ സിംഗ് പാർലമെന്റിൽ എന്ത് പറഞ്ഞാലും ബുഷ് പറഞ്ഞതാണ് അതിന്റെ ശരി. സാമ്രാജ്യത്തിനൊരു ചതിയുണ്ട്. ആ ചതി മൻമോഹൻ സിംഗിന് അറിയോ അറിയില്ല എന്ന് ചർച്ച ചെയ്യുന്നില്ല. ആ ചതി വഞ്ചന. ആ വഞ്ചനയിലൂടെ മാത്രമേ ഇന്നവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. പഴയ സാമ്രാജ്യത്വം പോലെ നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സാമ്രാജ്യത്വം ദുർബലപ്പെടുകയും ലോകത്തെങ്ങുമുള്ള രാജ്യങ്ങളെ വഞ്ചനയിലൂടെയും കരാറിലൂടെയും അടിപ്പെടുത്താൻ അവസാന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ പേരാണ് ഗ്ലോബലൈസേഷൻ. ഒ അബ്ദുറഹ്മാൻ സാഹിബിനോട് ഒടുവിലത്തെ ചോദ്യം. ഈ ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ സമകാലിക പ്രസക്തി മനസ്സിലാക്കി താങ്കളും ജമാഅത്തെ ഇസ്ലാമിയും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ സഹായിക്കാൻ പരസ്യമായി രംഗത്ത് വരുമോ? അതിനോട് സമാനാർത്ഥത്തിലുള്ള ഒരു ചോദ്യവും കൂടി. അബ്ദുറഹ്മാൻ സാഹിബ് ഒരു രാഷ്ട്രീയ പാർട്ടി ആവുക എന്ന ലക്ഷ്യം ഒളിച്ചുവെക്കുകയും ആ ലക്ഷ്യം നേടുമ്പോൾ ഇടതുപക്ഷ ചേരിയിൽ ചേക്കേറുകയും അല്ലേ സോളിഡാരിറ്റിയുടെ ലക്ഷ്യം? ഇടതുപക്ഷ ചേരിയിൽ കയറാനുള്ള വഴി എളുപ്പമാക്കാനാണ് താങ്കളും പത്രവും സംഘടനയും വലതുപക്ഷത്തെ എതിർക്കുന്നതും ഇടതിനെ പിന്തുണയ്ക്കുന്നതും. അതിന്റെ ഭാഗമല്ലേ ഈ സംവാദവും? അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രതികരണവും സമാപനവും. 1986 തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കാൻ അതിന് പ്രവർത്തകരെ അനുവദിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ 2-3 കാര്യങ്ങൾ വളരെ പ്രസക്തമായി ജമാഅത്ത് ഇസ്ലാമി മുമ്പോട്ട് വെച്ചിരുന്നു. അതിലൊന്ന്, രാജ്യത്ത് ഏകാധിപത്യ സമഗ്രാധിപത്യ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും ജമാഅത്ത് ഇസ്ലാമി അതിന്റെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നുള്ളത്. തുടർന്ന് വന്ന എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ അവരെ തോൽപ്പിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥി, സെക്യുലർ സ്ഥാനാർത്ഥി ആരായിരുന്നാലും അവരെ പിന്തുണയ്ക്കുക എന്നൊരു സമീപനം സ്വീകരിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായിട്ട് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുക മാത്രമല്ല, മറ്റ് ന്യൂനപക്ഷ സംഘടനകളെ കൂടി ആ ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്തു. അതിന്റെ കൂടി ഫലമായിട്ടാണ് ഉത്തരേന്ത്യയിലെ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ഈ ഫാസിസ്റ്റ് ശക്തികൾ നേരത്തെ കൈവരിച്ച വിജയം അവർക്ക് നഷ്ടമായത്, UP അധികാരത്തിൽ വരാനും വടിയൊരുക്കിയത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാലാവസ്ഥയിൽ തീർച്ചയായിട്ടും സോളിഡാരിറ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാം, അതിൽ ഒളിച്ചുകളിയൊന്നും ആവശ്യമില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണമെന്നോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിയായി വരണമെന്നോ ഒരു താല്പര്യവും നേരത്തെ തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് നേരത്തെ തന്നെ രാഷ്ട്രീയമുള്ള വടക്കമുള്ള മേഖലകളിൽ ഇടപെടുന്ന അത്തരം സമസ്യകളിൽ അഭിപ്രായ പ്രകടനം നടത്തുക എന്നുള്ളത് അതിന്റെ പോളിസി പ്രോഗ്രാമിന്റെ ഭാഗമായി അംഗീകരിച്ചൊരു പ്രസ്ഥാനം. അത് പരമ്പരാഗത മതസംഘടനകളെ പോലെ മതത്തെ സ്വകാര്യവൽക്കരിച്ച് ആ കാര്യത്തിൽ മാത്രം അഭിപ്രായം പറഞ്ഞ് പ്രാർത്ഥനയും കീർത്തനവുമായി നടക്കുന്ന ഒരു സംഘടനയല്ല. അത് വ്യക്തമായിട്ട് സാമൂഹികമായ ഇടപെടലുള്ള, സാമ്പത്തിക വീക്ഷണമുള്ള, രാഷ്ട്രീയമായ അഭിപ്രായങ്ങളുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ്. ആ നിലയ്ക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇനി രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടണമെന്നാണ് തോന്നിയാൽ ചെയ്തൊന്നും വരും. പക്ഷെ അതൊന്നും ഒരു ഒളി അജണ്ടയായിരിക്കില്ല. കാരണം ഒളി അജണ്ടയിലുള്ളൊന്നും ജനപക്ഷത്തിൽക്കാൻ കഴിയില്ല. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു തിയോക്രസി ഇല്ല. ഉള്ളതല്ലേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടില്ല? ഇസ്ലാമിൽ പൗരോഹിത്യമില്ലാത്തതുകൊണ്ട്. ഇസ്ലാമിൽ ഏതാ പുരോഹിതൻ? അതിലെല്ലാ വേണ്ടാത്തവരെയും വേണ്ടവരൊക്കെ കാണാൻ പറ്റും. മുസ്ലിം സമൂഹത്തിന് നിങ്ങൾക്ക് എല്ലാറ്റിനെയും കാണാൻ പറ്റും. പക്ഷെ ഇസ്ലാമിൽ ക്രിസ്ത്യാനിറ്റിയിലോ മറ്റു സമുദായങ്ങളിലോ പോലെ ഒരു പുരോഹിത ഘടനയില്ല. ലാ റഹ്ബാനിയത്ത ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ പൗരോഹിത്യം ഇല്ല എന്ന് തുറന്നു പ്രഖ്യാപിച്ച ആളാണ് പ്രവാചകൻ. അത് ഉള്ളയിടത്തോളം കാലം പൗരോഹിത്യം ആര് സൃഷ്ടിച്ചാലും ഉണ്ടാവില്ല, പിൻവാതിലൂടെ നുഴഞ്ഞു കയറാനേ പറ്റുള്ളൂ. ഖുർആൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പൗരോഹിത്യം എന്നുള്ളത് നാം, അതായത് ദൈവം നിശ്ചയിച്ച ഒരു പണിയല്ല, അത് ജനങ്ങൾ പിന്നീട് സൃഷ്ടിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ഒരു ഇടയാളിനോ ഒരു മധ്യവർത്തിയോ ആവശ്യമില്ല. ഏത് കുറ്റവാളിയോ മഹാപാതകിയോ ആണെങ്കിലും അയാൾ വിശ്വസിക്കുന്ന ദൈവത്തോടാണെങ്കിൽ പ്രാർത്ഥിക്കാവുന്നേ ഉള്ളൂ. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഘടന ജനാധിപത്യപരമാണ്.
വിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് ജനങ്ങൾ നിശ്ചയിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ തന്റെ അന്ത്യം അടുത്തു എന്നറിയുന്ന ഘട്ടത്തിൽ പോലും തനിക്ക് ശേഷം ആരാണ് ഈ സമൂഹത്തെ നയിക്കേണ്ടതിനെ കുറിച്ച് ഒന്നും പറയാതിരുന്നത്. ജനാധിപത്യത്തെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളാണെങ്കിലും ശരി, പാർലമെന്റോ കോൺഗ്രസോ വേറെ എന്തായിരുന്നാലും ശരി, അവർക്കും ചില വ്യക്തിഗതമായ തത്വങ്ങൾ വേണം. മാനവികവും ധാർമ്മികവുമായ ചില അടിത്തറകളിൽ നിന്നുകൊണ്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ എന്നിടത്ത് മാത്രമാണ് ഇസ്ലാമിന് സ്വന്തമായ കാഴ്ചപ്പാടുള്ളത്. ഈ വസ്തുത മനസ്സിലാക്കാതെ ഒരു തിയോക്രറ്റിക് സ്റ്റേറ്റിനെ കുറിച്ചുള്ള അതിൽ കവിഞ്ഞ ആശങ്ക ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിന്റെ കാര്യത്തിൽ അപ്രസക്തമാണ്. ഇതിനൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ജനാധിപത്യത്തിന്റെ പേര് പറയുന്നവർ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ആ ജനാധിപത്യത്തിന്റെ വിധി, ജനവിധി തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തോന്നിയാൽ അതിനെ അട്ടിമറിക്കാനാണ് അമേരിക്കയും ഈ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. കാര്യം, അമേരിക്ക ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് അട്രോസിറ്റിയെയും ഏത് അത്യാചാരത്തെയും പൂർണ്ണമായി പിന്തുണക്കുന്ന ദൃശ്യം ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ നേരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും വേണ്ടി വന്നാൽ സൈനികമായി ഇടപെടണമെന്നും ആവശ്യപ്പെടുന്നവരിലെ ഈ യൂറോപ്യൻ രാജ്യങ്ങളില്ലേ? ടോണി ബ്ലെയറുടെ പിന്തുണയില്ലാതെ, ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും അതുപോലെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയില്ലാതെയാണോ അമേരിക്ക അവിടെ ഇടപെട്ടത്? ഇറാഖിൽ ഇപ്പോഴും ടോണി ബ്ലെയറുടെയും അതുപോലെയുള്ള ജർമ്മനിയുടെ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈന്യമില്ലേ? ഇവരൊക്കെ ഇത്തരം വിഷയങ്ങൾ, സാമ്രാജ്യത്വപരമായ താല്പര്യങ്ങൾ വരുന്നിടത്ത് അവർ ഒറ്റ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ചിലപ്പോൾ ഏറ്റുമുട്ടുന്നുണ്ടാവാം, അത് പ്രശ്നം വേറെയാണ്. പക്ഷേ ലോകത്തിനെതിരായ, അതായത് മൂന്നാം ലോക രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള അവരുടെ അവകാശ നിഷേധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളിലും യൂറോപ്പും അമേരിക്കയും ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? രണ്ടു കൂട്ടരെയും ഏകീകരിക്കുന്നത് മുതലാളിത്തവും സാമ്രാജ്യ താല്പര്യങ്ങളും തന്നെയാണ്. അതിൽ നിന്നുള്ളൊക്കെ വൈരുദ്ധ്യങ്ങൾ മൂടിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് വെറുതെ മനപ്പായസം ഉണ്ണുകയാണ്. നേരെ മറിച്ച് ലോകതലത്തിൽ അമേരിക്കയിൽ നിന്നടക്കം, അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നടക്കം മൊത്തം ജനകീയ തലത്തിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഉയർന്നുണ്ട്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മളിലുമൊക്കെ ഉണ്ട് ഒരു മുതലാളി, നമ്മളിലുമുണ്ട് ഒരു ചെറിയ അളവ്, സാധ്യമായ അളവിൽ ഒരു സാമ്രാജ്യത്വ മനസ്സ്. ഇത് ഉപേക്ഷിക്കാതെ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം വിജയിക്കില്ല, മുതലാളിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടം വിജയിക്കില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിത ശൈലിയാണ്. നമ്മളൊരു ഭാഗത്ത് ഈ സാമ്രാജ്യത്തിനെതിരായിട്ടും മുതലാളിത്തത്തിനെതിരായിട്ടുമുള്ള വമ്പിച്ച പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. പക്ഷേ ഈ കോർപ്പറേറ്റ് ഭീമന്മാര് ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും യാതൊരു വിവേചനവുമില്ലാതെ നമ്മൾ പറയുന്ന കാശ് കൊടുത്ത് വാങ്ങുന്നു. അങ്ങനെ ആകെ കൂടി ഒരു ഉപഭോഗ സമൂഹമായിട്ട് ഈ കേരളം മാറിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കാലത്ത് ഇല്ലെന്ന് പറയാൻ ഇടതുപക്ഷത്തിനും കഴിയില്ല, UDF ഏതായാലും കഴിയില്ല, ഞങ്ങൾ അതിന് ഒഴിവാണെന്ന് പറയാൻ സാക്ഷാൽ സോളിഡാരിറ്റിക്ക് പോലും കഴിയില്ല. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, നമ്മൾ അറിയാതെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ ഈ മുതലാളിത്തം കടന്നു കയറി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ പരാജയപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ മൗലികമായ മാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു രംഗത്താണ് മതത്തിനും ഈശ്വര വിശ്വാസത്തിനും നൈതിക മൂല്യങ്ങൾക്കും ധാർമ്മിക ബോധത്തിനും അതിന്റെ മുഖ്യ റോൾ വഹിക്കാനുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ മതം എന്ന് പറഞ്ഞാൽ വെറുതെ ജീവിതത്തിന്റെ ഏതെങ്കിലും ചില സ്വകാര്യ കാര്യങ്ങളും പ്രാർത്ഥനകളുമായി നടന്നു പോകുന്ന, അല്ലെങ്കിൽ അളദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന അതുപോലെയുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന നിലവിലെ അവസ്ഥ മാറ്റിയെടുത്ത് മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന, അവന്റെ വീക്ഷണത്തെ ക്രിയാത്മകമായി തിരിച്ചുവിടുന്ന, അവന് ദിശാബോധം നൽകുന്ന, മനുഷ്യനായി സഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒന്നായി തീർച്ചയായും അതാണ് മതം. അങ്ങനെയുള്ളൊരു മതത്തിന്റെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് അതിന്റെ ആ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും സംശീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്കിതിനെ നേടാൻ കഴിയുകയുള്ളൂ എന്നാണ് എന്റെ വിനയപൂർവമായ അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിന് അവസരം നൽകിയതിന് സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തും. അധിനിവേശ ശക്തികളുടെ പുതിയ വികസന മന്ത്രങ്ങൾക്കെതിരെ മനസ്സിൽ കനലുകൾ സൂക്ഷിക്കുന്ന ഒരു പുതിയ തലമുറ കേരളത്തെ കാത്തിരിക്കുന്നുണ്ട് എന്നതിന്റെ ശുഭസൂചനയാണ് ഈ ആൾക്കൂട്ടം.